ഈ ഒന്നാമത്തെ പാഠത്തിൻ്റെ അന്നഹ്ല എന്ന ഭാഗമാണ്. ഈ ഭാഗം സത്യത്തിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം നമ്മുടെ പുസ്തകമായ പ്രോസിൻ്റെ ടെക്സ്റ്റ് ഹവാജിസുൽ ഖാത്തിറിൽ പറഞ്ഞ അതേ ഭാഗം തന്നെയാണ്. അത് നമ്മൾ കൂടുതൽ പറയേണ്ടി വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും മൊത്തം ഞാൻ വായിക്കാം, അതിൻ്റെ ഒരു ആകത്തുക പറഞ്ഞു തരാം. അതിന്മേൽ കൂടുതൽ ഇരിക്കേണ്ടി വരില്ല. പോയട്രിയുടെ ഡെവലപ്മെൻറ്റിലേക്ക് നമുക്ക് ശ്രദ്ധ ഊന്നാം. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വായിക്കുകയാണ്. كانت البلاد العربية في القرون التي سبقت العصر الحديث تحت الحكم العثماني التركي، وكانت مغلقة على نفسها في أكثر المجالات، وكان الجهل سائدا، ولم يوجد التجديد في أي مجال إلا في مجال العلوم الدينية، وصارت البلاد قناصل للدول والتجار الأوروبيين. كان الأدب العربي راكدا يخلو من الحياة، متقلدا بالأدب والشعر الذي يهتم باللعب بالألفاظ وألوان البديع وغيرها من الزخارف. كان احتكاك الشرق بالغرب أهم مقدمات النهضة وأشدها تأثيرا، وقد جرى هذا الاحتكاك بنوع خاص في لبنان ومصر، وظهرت محاولات النهضة أولا عند زعماء الديانة خاصة في المسيحية. احتكت مصر بالغرب بواسطة حملة نابليون بونابرت سنة 1798 ميلادية. ثم أتى محمد علي فأرسل البعثات إلى أوروبا وفتح المدارس الكثيرة وشجع حركة النقل والطباعة والصحافة. تعددت عوامل النهضة في البلاد العربية، ومن أهمها المدارس والطباعة الصحافة الجمعيات العلمية والأدبية المكتبات التمثيل الاستشراق. ഇതിൻ്റെ അർത്ഥം മൊത്തം പറയാം. അസ്റുൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിന് തൊട്ട് മുമ്പ് കടന്നുപോയ നൂറ്റാണ്ടുകളിൽ അറബ് രാജ്യങ്ങൾ ഉസ്മാനികളായ തുർക്കികളുടെ ഭരണത്തിന് കീഴിൽ ആയിരുന്നു. ഈ കാലഘട്ടത്തിൽ അറബ് രാജ്യങ്ങൾ അധിക മേഖലകളിലും സ്വയം അടഞ്ഞുപോയ ഒരു വിഭാഗം ആയിരുന്നു. മുഗലഖത്തൻ അലാ നഫ്സിഹ, സ്വയം അടഞ്ഞുപോയ വിഭാഗമായിരുന്നു. അതുപോലെ തന്നെ ഈ മേഖലകളിൽ കാനൽ ജഹ്ലു സായിദ, അറിവില്ലായ്മ വളരെ വ്യാപിച്ച് നിലനിന്നിരുന്നു. വലം യൂജദ് തജ്ദീദു ഫി അയ്യി മജാലിൻ ഇല്ലാ ഫി മജാലിൽ ഉലൂമി ദീനിയ, മതപരമായ വിജ്ഞാന മേഖലകൾ ഒഴിച്ച് ഒരു മേഖലകളിലും തന്നെ തജ്ദീദ്, പുതുമ, നവീകരണം ഉണ്ടായിരുന്നില്ല. വസാറത്തിൽ ബിലാദു ഖനാസില ലിദ്വലി വത്തുജാരിൽ ഔറൂബിയീൻ, അറബ് രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളുടെയും കച്ചവടക്കാരുടെയും കുത്തക കേന്ദ്രങ്ങളായി മാറിയിരുന്നു. കാനൽ അദബുൽ അറബി റാക്കിദൻ യഖ്ലു മിനൽ ഹയാത്ത്, അറബി സാഹിത്യം സജീവതയില്ലാത്ത, ഒരു അടഞ്ഞുകൂടിയ അല്ലെങ്കിൽ ചലനമില്ലാത്ത ഒരു സാഹിത്യമായി മാറിയിരുന്നു. മുതഖല്ലിദൻ ബിൽ അദബി വശിഅരി അല്ലദി യഹ്തമു ബിൽ ലഅബി ബിൽ അൽഫാളി വ അൽവാനിൽ ബദീഇ വ ഗൈരിഹാ മിനസ് സഖാരിഫ്. ഈ കാലഘട്ടത്തിലെ അറബി സാഹിത്യം അത് അനുകരിക്കുകയായിരുന്നു, മുതഖല്ലിദായിരുന്നു. ഏതിനെ? സാഹിത്യത്തെയും കവിതകളെയും അനുകരിക്കുകയായിരുന്നു. ആ സാഹിത്യവും കവിതകളും പ്രാധാന്യം കൊടുത്തിരുന്നത് വാക്കുകൾ കൊണ്ടുള്ള ലഅബ്, കളിക്കും. അതുപോലെ തന്നെ ബദീഅ്, നമ്മുടെ ഇൽമുൽ ബലാഗയിൽപ്പെട്ടൊരു സാധനമാണ് ബദീഅ്. അത് വാക്കുകൾ കൊണ്ടുള്ള ഒരു തരം കളികളാണ്. അപ്പോൾ ഭംഗി വാക്കുകൾ പറയലാണ്. അൽവാനുൽ ബദീഅ് വ ഗൈരിഹാ മിനസ് സഖാരിഫ്, ഇതുപോലെയുള്ള ആഡംബരങ്ങൾ ഉള്ള ഒരു കല മാത്രമായി, അല്ലെങ്കിൽ കൊത്തുവേല ഒക്കെ പറയുന്നത് പോലെ തൊങ്ങലുകൾ പിടിപ്പിച്ച ലാംഗ്വേജ് മാത്രമായി മാറി. അല്ലാതെ കവിതയിൽ വലിയ വൈകാരികതകളൊക്കെ കുറഞ്ഞു. ഇതാണ് ആ ഭാഗത്ത് പറയുന്നത്.
തുടർന്ന് പറയുന്നത് കാന ഇഹ്തികാഖു ശർഖി ബിൽ ഗർബ് അഹമ്മ മുഖദ്ദിമാത്തുൻ നഹ്ലത്തി വ അശദ്ദുഹാ തഅ്സീറൻ. നഹ്ല എന്ന് നമ്മൾ പറഞ്ഞു. നഹ്ല എന്ന് പറഞ്ഞാൽ നവോത്ഥാനമാണ്. അപ്പോൾ കിഴക്കൻ രാജ്യങ്ങൾ, ഷർക്ക് കിഴക്കൻ രാജ്യങ്ങൾ, ബിൽ ഗർബ് പടിഞ്ഞാറൻ രാജ്യങ്ങളുമായി ഉണ്ടായ ഇഹ്തികാഖ് സമ്പർക്കമാണ് നഹ്ല ഉണ്ടാകാനുള്ള ഏറ്റവും ആദ്യത്തെ പ്രധാന തുടക്കം. അതുതന്നെയാണ് ഏറ്റവും ശക്തമായ സ്വാധീനമുണ്ടാക്കിയ ഘടകവും. പാശ്ചാത്യരുമായിട്ടുള്ള പൗരസ്ത്യ ദേശക്കാരുടെ കൂടിക്കലരലായിരുന്നു. വഖദ് ജറാ ഹാദൽ ഇഹ്തികാഖു ബിനൗഇൻ ഖാസിൻ ഫി ലുബ്നാൻ വ മിസ്ർ. ഇങ്ങനെ പാശ്ചാത്യരുമായിട്ട് അല്ലെങ്കിൽ യൂറോപ്യന്മാരുമായിട്ടുള്ള കൂടിക്കലർച്ച കൂടുതലായി സംഭവിച്ചത്, സമ്പർക്കം കൂടുതലുണ്ടായത് ലബനാനിലും മിസ്രിലുമായിരുന്നു. വളഹറത് മുഹാവലാത്തുൻ നഹ്ലത്തി അവലൻ ഇൻദ സുഅമാഇ ദിയാനത്തി ഖാസത്തൻ ഫിൽ മസീഹിയ്യ. പിന്നെ ഈ നവോത്ഥാനത്തിൻ്റെ ശ്രമങ്ങൾ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് മത നേതാക്കന്മാരുടെ അടുക്കലായിരുന്നു. പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയിലെ മത നേതാക്കന്മാരാണ് ഇത്തരമുള്ള ഒരു നവോത്ഥാനത്തിന് ആദ്യ ശ്രമങ്ങൾ തുടങ്ങിയത്. ഇഹ്തഖത്ത് മിസ്ർ ബിൽ ഗർബി ബിവാസിതതി ഹംലത്തി നാപ്പോളിയൻ ബോണപ്പാർട്ട് സന 1798 മീലാദിയ. 1798 നെപ്പോളിയൻ ബോണപ്പാർട്ട് ഈജിപ്തിനെ ആക്രമിച്ചതിലൂടെയാണ് ഈജിപ്ത് പടിഞ്ഞാറൻ രാജ്യങ്ങളുമായുള്ള ബന്ധം തുടങ്ങിയത്. അതിനുശേഷം സുമ്മ അത മുഹമ്മദ് അലി ഫർസൽ അൽ ബേസാത്ത് ഇല ഔറുബ. പിന്നെ മുഹമ്മദ് അലി പാഷ എന്ന രാജാവ് വരികയും ഭരണാധികാരി യൂറോപ്പിലേക്ക് പഠന സംഘങ്ങളെ അയക്കുകയും ചെയ്തു. ബേസാത്ത് എന്ന പഠന സംഘങ്ങൾ അയച്ചു. വ ഫതഹൽ മദാരിസൽ കസീറത വ ഷജ്ജഅ ഹർകത്തൻ നഖ്ൽ വ തിബാഅത്തി വ സിഹാഫ. അദ്ദേഹം ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുകയും അവിടേക്ക് ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ പ്രിന്റിംഗ്, അതുപോലെ തന്നെ പത്രപ്രവർത്തനം, ഇത് മൂന്നിനെയും അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഈജിപ്തിലും ലബനാനിലുമായിട്ട് ഒന്ന് രാഷ്ട്രീയപരമായിട്ടും ഒന്ന് മതപരമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ ഇങ്ങനെ കിഴക്കൻ രാജ്യങ്ങൾ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായി സമ്പർക്കം തുടങ്ങി. അങ്ങനെയാണ് നഹ്ല എന്ന സംഗതി ഉണ്ടായത്, അഥവാ നവോത്ഥാനം, റിനൈസൻസ് ഉണ്ടായത്. ആ റിനൈസൻസിൽ പ്രധാനമായി അതിനെ സഹായിച്ച ഒരു അനാസിർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അവാമിൽ, അതിനുവേണ്ടി പ്രവർത്തിച്ച ഘടകങ്ങൾ താഴെ വിവരിക്കുന്ന 7 സംഗതികളാണ്. നഹ്ലയിൽ പ്രധാനപ്പെട്ട സംഗതി, അതിനെ സ്വാധീനിച്ച അല്ലെങ്കിൽ അതിനെ ഉണ്ടാക്കിയ ഘടകങ്ങൾ, അതാണ് തഅദ്ദദ് അവാമിനുൽ നഹ്ല ഫിൽ ബിലാദിൽ അറബിയ. അറബ് ലോകത്ത് അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ നവോത്ഥാനത്തിനുണ്ടായ ഘടകങ്ങൾ വിവിധങ്ങളാണ്. വമിൻ അഹമ്മിയ, നവോത്ഥാനം ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട ഘടകങ്ങൾ താഴെ പറയുന്നവയാണ്. ഒന്ന് അൽ മദാരിസ്, ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാട്ടിൽ തുറന്നു. അതോടുകൂടെ ജനങ്ങൾക്കൊക്കെ വിവരം ഉണ്ടാവാൻ തുടങ്ങി. അത് നവോത്ഥാനത്തിന് കാരണമായി. ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരണങ്ങൾ നമുക്ക് വായിക്കാൻ കിട്ടും. ഇപ്പോൾ അതിലേക്ക് പോകണമെന്നില്ല. രണ്ടാമത് അത്വിബാഅത്ത്, പ്രിന്റിംഗ് ആണ്. നാട്ടിൽ പ്രിന്റിംഗ് പ്രസ്സുകൾ ഉണ്ടായിരുന്നില്ല. ആധുനിക കാലത്ത് ഇഷ്ടംപോലെ പ്രിന്റിംഗ് പ്രസ്സുകൾ വന്നു. ആളുകൾക്ക് വിദ്യാഭ്യാസത്തിനനുസരിച്ച് പുസ്തകങ്ങൾ ലഭ്യമാക്കാനുള്ള അവസരങ്ങളുണ്ടായി. അപ്പോൾ എഴുത്ത് വ്യാപകമായി, വായനയും വ്യാപകമായി. മൂന്നാമത്തെ അസ്വിഹാഫ, പ്രിന്റിംഗ് പ്രസ് വന്നതോടുകൂടെ തന്നെ പത്രപ്രവർത്തനവും തുടങ്ങി. അപ്പോൾ പുസ്തകം വായിച്ചില്ലെങ്കിലും പത്രം വായിച്ചു പോകുന്ന ആളുകൾ ധാരാളം ഉണ്ടാകാൻ തുടങ്ങി. ലോകത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും സാമ്പത്തിക വ്യവസ്ഥകളെക്കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ സ്വിഹാഫ അവിടെ സജീവമായി. അതും ഈ നവോത്ഥാനത്തിന് കാരണമായി. നാലാമത്തേത് അൽ ജംഇയ്യാത്തുൽ ഇൽമിയ്യ വൽ അദബിയ്യ. അത് സ്വാഭാവികമായിട്ടും വിവരം ആളുകൾക്ക് ഉണ്ടായി തുടങ്ങുമ്പോൾ ആളുകൾ അവിടെ സംഘടനകൾ ഉണ്ടാക്കാൻ തുടങ്ങി. പ്രധാനമായിട്ടും സാഹിത്യത്തിലും അതുപോലെ തന്നെ ശാസ്ത്രീയമായ വിജ്ഞാനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന, അതിൻ്റെ പ്രോത്സാഹനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല നല്ല സംഘടനകൾ അവിടെ രംഗത്ത് വന്നു. ഓരോ രാജ്യങ്ങളും പല രീതിയിലുള്ള ക്ലബ്ബുകളും സംഘടനകളുമൊക്കെ വന്നു. ഈ ക്ലബ്ബുകളും സംഘടനയുമൊക്കെ ജനങ്ങളെ നവോത്ഥാനത്തിന്, അഥവാ എല്ലാ അർത്ഥത്തിലുമുള്ള നവോന്മേഷത്തിന് കാരണമായി. പിന്നെ അടുത്ത് പറയുന്ന അൽ മക്തബാത്ത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ നാട്ടിൽ അവിടെ പ്രിന്റിംഗ് പ്രസ് വന്നു, പത്രപ്രവർത്തനം തുടങ്ങി, സംഘടനകളുണ്ടായി. അപ്പോൾ അവിടെ ലൈബ്രറികളും ഉണ്ടായി. കാരണം അതോടൊപ്പം തന്നെ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവിടെയൊക്കെ ലൈബ്രറികൾ ഉണ്ടായി. പൊതു ലൈബ്രറികളും വിദ്യാഭ്യാസത്തിന് ആവശ്യങ്ങൾക്കുള്ളതും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഉള്ളതും ഒക്കെ ആയുള്ള ലൈബ്രറികൾ ഉണ്ടായി. വായന പ്രചാരം നേടി. ഇങ്ങനെ ലൈബ്രറികളും ഈ
നവോത്ഥാന ശ്രമത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായി നിന്നു. ആറാമത്തെ ഒരു കാര്യം തംസീൽ എന്നതാണ്. തംസീൽ എന്ന് പറഞ്ഞാൽ നാടകം എന്നതാണ്. ഇതൊക്കെ ആയാലും നല്ലൊരു ശതമാനം ആളുകൾ 100-200 കൊല്ലം മുമ്പാണല്ലോ, അപ്പോൾ വിദ്യാഭ്യാസത്തിലേക്കൊന്നും എത്താത്ത ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ വളരെയേറെ ഉപകരിച്ചു. അന്ന് സിനിമ എത്തിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എഴുത്തും വായനയും അറിയാത്ത ജനങ്ങൾക്ക് ജനങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെയുള്ള ബോധം നൽകാൻ വളരെ സഹായിച്ച ഒരു ഘടകമായിരുന്നു തംസീൽ. തംസീൽ എന്ന് പറഞ്ഞ നാടകം. നാടകത്തിലൂടെയാണ് ജനങ്ങൾക്ക് കുറേ വിവരം കിട്ടി. അതും നവോത്ഥാനത്തിൻ്റെ കാരണമായി. ഏഴാമത്തേത് അൽ ഇസ്തിഷ്റാഖ് എന്നതാണ്. ഇസ്തിഷ്റാഖ് എന്ന് പറഞ്ഞാൽ ഓറിയന്റലിസം എന്ന് പറയും. പൗരസ്ത്യ ദേശത്തെക്കുറിച്ച് അഥവാ കിഴക്കൻ രാജ്യങ്ങളെക്കുറിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പണ്ഡിതന്മാർ പഠിക്കുക. ഇതിനെയാണ്, എന്നിട്ട് അതിൽ ഗ്രന്ഥരചന നടത്തുക. അതിൻ്റെ സംസ്കാരം, അവിടുത്തെ മതം, അവിടുത്തെ ജീവിതം, അവിടുത്തെ എന്താ പറയുക സാഹിത്യം, ഇതിനെക്കുറിച്ചൊക്കെ കിഴക്കൻ രാജ്യങ്ങളിലുള്ളതിനെക്കുറിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ യൂറോപ്യൻ നിന്ന് വന്ന ആളുകൾ പഠിച്ചു. ഈ പഠനവും ആധുനിക കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് നവോത്ഥാനം ഉണ്ടാക്കാൻ അഥവാ അറബ് ലോക നവോത്ഥാനം ഉണ്ടാക്കാൻ കാരണമായി. ഇങ്ങനെ 7 പ്രധാന അവാമിൽ ഘടകങ്ങൾ ഇതിനു വേണ്ടി ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതല്ലാത്ത ഘടകങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാം കൂടെ ചേർന്ന് ഉണ്ടായ നവോത്ഥാനത്തിൻ്റെ ഫലമായി സാഹിത്യവും നവോത്ഥാനപ്പെട്ടു. സാഹിത്യത്തിൽ അറബ് ലോകത്ത് പണ്ടുണ്ടായിരുന്ന അബ്ബാസി കാലഘട്ടത്തിലെയും അമവി കാലഘട്ടത്തിലെയും ജാഹിലി കാലഘട്ടത്തിലെയും ഒക്കെയുള്ള കവിതകളെ വെല്ലുന്ന രീതിയിൽ ആധുനികതയും പൗരാണികതയും ഒക്കെ സമ്മേളിച്ചുകൊണ്ട് അറബ് പാരമ്പര്യം ഉയർത്തെഴുന്നേൽക്കുന്ന പുതിയ കവിതകൾക്കൊക്കെ ഇത് കാരണമായി. അതിനെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ. അശ്ശിറുൽ അറബി ഫിൽ അസ്രിൽ ഹദീസ് في حد تعريف النقاد والعروضيين العرب القدامى. الشعر هو الكلام الموزون المقفى، ومع ذلك أنهم لم يعدوا كل موزون مقفى شعرا، بل اشترطوا للشعر بعض المقومات، وكانت هذه المقومات هي ما عرفت بعناصر الأدب في العصر الحديث من عاطفة وخيال ومعنى وأسلوب، ولكنهم لم يستخدموا هذه الكلمات في تعريفهم، وكانت تعريفاتهم للشعر جامعة غير مانعة. المتأخرون من العرب وضعوا للشعر تعريفا جديدا، ومنهم ابن سينا يقول: الشعر كلام مخيل مؤلف من أقوال موزونة متساوية وعند العرب مقفات. ولعل ابن خلدون وضع تعريفا شاملا للشعر عند العرب: الكلام البليغ المبني على الاستعارة والأوصاف، المفصل بأجزاء متفقة في الوزن والروي، مستقل كل جزء منها في غرضه ومقصده عما قبله وبعده الجاري على أساليب العرب المخصوصة. أنا أقوم ببيان هذه الكلمات، هذه العبارات. أنا أقوم إن شاء الله ببيان وتبسيط المعنى. الشعر العربي في العصر الحديث. അറബി കവിത ആധുനിക കാലഘട്ടത്തിൽ ഒരു ചുരുങ്ങിയ ഒരു അറിവ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കവിത പഠിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷെ നമ്മുടെ സിലബസിൻ്റെ പോർഷൻ ആദ്യം തീർക്കുക എന്നുള്ള രീതി നമ്മൾ അതിനെയാണ് പ്രാധാന്യം കൊടുത്തത്. ഈ പാഠത്തിൽ നിന്ന് വലിയ ചോദ്യങ്ങൾ ഇടാൻ പാടില്ല എന്നാണ് നമ്മൾ പറയാറുണ്ടെങ്കിലും, പക്ഷേ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർ ഈ ഭാഗത്തൊക്കെ ഇടും. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അറിയണം. അതുകൊണ്ട് ഞാൻ വായിക്കാം, ഞാനൊരു അർത്ഥം ഒക്കെ മനസ്സിലാക്കി തരാം. ഫി ഹദ്ദി തഅരീഫി നുഖാദ് വൽ അറൂദിയീൻ അൽ അറബ് അൽ ഖുദാമ. ആ അൽ ഖുദാമ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ പൗരാണികരായ അറബി നുഖാദ് നിരൂപകന്മാർ എന്നാ പറയാം. അതുപോലെ വൽ അറൂദിയീൻ അതിൻ്റെ പിന്നെന്താ പറയാം, കവിതയുടെ വൃത്ത ഛന്ദസ്സുകളെക്കുറിച്ച് പഠനം നടത്തുന്ന ആളുകൾ, കവിതയുടെ മീറ്റർ, അതിനാണ് അറൂദ്. അപ്പോൾ കവിതാശാസ്ത്രം. അപ്പോൾ കവിതാശാസ്ത്രകാരന്മാരുടെയും നിരൂപകന്മാരുടെയും
പിന്നെ തഅരീഫ് അവരുടെ നിർവചനത്തിന് അനുസരിച്ച് പഴയ കാലഘട്ടത്തിൽ കവിത എന്നതിനെക്കുറിച്ച് അവർ നൽകിയ നിർവചനം അതാണ് ഫി ഹദ്ദി തഅരീഫിൻ നുഖാദ് വൽ അറൂദിയ്യിൻ അൽ അറബിൽ ഖുദാമ. പൗരാണികരായ അറബ് നിരൂപകന്മാരുടെയും അറബ് കവിത അല്ലെങ്കിൽ കാവ്യ ശാസ്ത്രകാരന്മാരുടെയും നിർവചനം അനുസരിച്ച് അശ്ശറു കവിത എന്നത് ഹുവ അൽ കലാമുൽ മൗസൂനുൽ മുഖഫ. അവർ കവിതയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഒരു നിർവചനം ഇതാണ്: കവിത അൽ കലാമു അൽ മൗസൂനു അൽ മുഖഫ. കവിത പ്രാസവും ഛന്ദസ്സുമുള്ള വചനമാകുന്നു എന്നാണ് പറയുന്നത്. കലാമ് സംസാരം, വാക്കുകളാണ്. എങ്ങനത്തെ വാക്ക്? അൽ മൗസൂനു കൃത്യമായ ഒരു മീറ്ററുള്ള, അഥവാ വസ്ന് എന്ന് പറഞ്ഞാൽ ബഹർ എന്ന് പറയും. കവിതയുടെ ആ സംഗീതത്തിൻ്റെ അളവ് മാനദണ്ഡം വെക്കുന്ന ഒരു സംഗതിയാണ് വസ്ന് എന്ന് പറയാം. അറബി സാഹിത്യത്തിൽ 16 വസ്നുകളാണ് കവിതയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഫഊലും മഫായിലുൻ, ഫഊലും മഫായിലു, മുസ്തഫ്ഇലും ഫായിലുൻ, മുസ്തഫ്ഇലും ഫായിലുൻ, ഫായിലാത്തുൻ ഫായിലുൻ, ഫായിലാത്തുൻ, മിസ്ല ഹാദാ. ഇങ്ങനെ പിന്നെ 16 വസ്നുകളുണ്ട്. അപ്പോൾ ഈ 16 വസ്നുകളിൽ ഒരു വസ്ന് അഥവാ അതിൻ്റെ ആ വൃത്തം എന്നാണ് പറയുക കവിത മലയാളത്തിൽ. ആ വൃത്തമുള്ളതും അൽ മുഖഫ അന്ത്യാക്ഷരത്തിൽ പ്രാസമുള്ളതുമായ കലാമുകൾ, അവസാനത്തെ അക്ഷരം ഒന്നായിരിക്കുക എന്നുള്ള. ഒരു കവിതയിലെ അവസാനത്തെ അക്ഷരങ്ങൾ, ഓരോ വരിയിലെയും അവസാനത്തെ അക്ഷരങ്ങൾ ഒരേ അക്ഷരമായിരിക്കും. ഇതിനാണ് കാഫിയ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ 2 നിബന്ധനകളുമുള്ള വചനമാകുന്നു, അഥവാ ഒരു പ്രത്യേകമായ പ്രാസവും ഒരു പ്രത്യേകമായ വൃത്തവുമുള്ള സംസാരമാണ് കവിത എന്നാണ് പഴയ കാലത്തെ അറബി പണ്ഡിതന്മാർ അല്ലെങ്കിൽ നിരൂപകന്മാർ അല്ലെങ്കിൽ കാവ്യശാസ്ത്രകാരന്മാർ കവിതയ്ക്ക് കൊടുത്തിരുന്ന ഒരു താരീഫ് എന്ന നിർവചനം. അതേ സമയത്ത് മഅ ദാലിക അന്നഹും ലം യഉദ്ദു കുല്ല മൗസൂനി മുഖഫ ഷെയറൻ. കുല്ല മൗസൂനി എന്നുള്ളൂ. കുല്ലമ ഒരു മീം അവിടെ കൂടിയിട്ടുണ്ട്, കുല്ലം എന്ന്. ആ കുല്ല മൗസൂൻ എന്നുള്ളൂ, മീം വേണ്ട. മഅ ദാലിക അന്നഹും ലം യഉദ്ദു, പക്ഷെ അവരിങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ എണ്ണിയിരുന്നില്ല കുല്ല മൗസൂനി മുഖഫ ഷെയറൻ, വസനും കാഫിയയും ഉള്ളത് മൗസൂന് മുഖഫ. ഇനി മുതൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോവാ. വസൻ എന്താന്ന് ഞാൻ പറഞ്ഞു, വൃത്തമാണ്. കാഫിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാസമാണ്. അപ്പോൾ പ്രാസവും വൃത്തവുമുള്ള എല്ലാ സംസാരങ്ങളെയും അവർ കവിത എന്ന് പറഞ്ഞിരുന്നില്ല. ബൽ ഇഷ്തറതു ലിശ്ശിഅരി ബഅദൽ മുഖവ്വിമാത്ത്, അവരെ കവിതയ്ക്ക് ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചത്. മുഖവ്വിമാത്ത്, കവിത ആവണമെങ്കിൽ വെറുതെ അങ്ങോട്ട് പിന്നെ ഒരു സംഗീതാത്മകമായി പറഞ്ഞാലൊന്നും പറ്റൂല. പണ്ടൊരാൾ കവിത ചൊല്ലിന്നുണ്ട്, 4 കാലുള്ള ഒരു സുന്ദരി പെണ്ണിനെ കോലു നാരായണൻ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ അത് കവിതയാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് കവിത ആവുന്നത്? അതിൽ ഭയങ്കര സംഭവങ്ങളില്ലേ, ഉപമയ അലങ്കാരങ്ങളൊക്കെ ഉണ്ട്. 4 കാലുള്ള സുന്ദരി പെണ്ണ് എന്ന് പറഞ്ഞാൽ തവളയാണ്, കോലു നാരായണൻ എന്ന് പറഞ്ഞാൽ നീർക്കോലിയാണ്. അപ്പോൾ തവളയെ നീർക്കോലി പിടിച്ചു എന്നതിന് സുന്ദരമായിട്ടാണ് കവി ഇങ്ങനെയൊക്കെ അവതരിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും കവിത ആകൂല എന്നാണ് മാനദണ്ഡം പറയുന്നത്. അപ്പോൾ മാനദണ്ഡങ്ങൾ അവർ അതിന് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ? വകാനത്ത് ഹാദിഹിൽ മുഖവ്വിമാത്തു ഹിയ മാ ഉരിഫത് ബിഅനാസിരിൽ അദബ് ഫിൽ അസ്രിൽ ഹദീസ് മിൻ ആതിഫത്തിൻ വ ഖയാലിൻ വ മഅന വ ഉസ്ലൂബ്. ഈ മുഖവ്വിമാത്ത്, ഈ മാനദണ്ഡങ്ങളാണ് ഹാദിഹിൽ മുഖവ്വിമാത്ത് ഹിയ, അവയാണ് മാ ഉരിഫത് ബിഅനാസിരിൽ അദബ്, ഇവയെ അനാസുറുൽ അദബ് എന്നാണ് അറിയപ്പെടുക. കവിത അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ ഘടകങ്ങൾ എന്ന് പറയപ്പെടാറുണ്ട്. ഏത് കാലത്തിൽ? ഫിൽ അസ്രിൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിൽ കവിതയെക്കുറിച്ച് പഠിക്കുമ്പോൾ, സാഹിത്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പറയാറുള്ള ഒരു മാനദണ്ഡമാണ് അനാസുറുൽ അദബ് എന്ന് പറയുന്നത്, അഥവാ സാഹിത്യത്തിൻ്റെ ഘടകങ്ങൾ. ഈ സാഹിത്യത്തിൻ്റെ ഘടകങ്ങളെയാണ് പണ്ട് കാലത്ത് ഇവർ മുഖവ്വിമാത്തു ഷെയർ എന്നൊക്കെ പേരിട്ട് അറബികൾ വിളിച്ചിരുന്നത്. അതേതൊക്കെയാണ്? ഈ
സാഹിത്യത്തിൻ്റെ ഘടകങ്ങൾ അനാസുൽ അദബ് മിൻ ആത്തിഫത്ത് ഇമോഷൻസ് വൈകാരികത അത് സാഹിത്യത്തിൽ നിർബന്ധമുള്ള ഘടക. രണ്ടാമത്തെ ഖയാൽ ഭാവന, വെറുതെ എന്തെങ്കിലും ഇങ്ങനെയുള്ളത് അതുപോലെ തന്നെ വരച്ച് എഴുതി വെക്കുകയല്ല, സംഭവിച്ച കാര്യങ്ങൾ അതുപോലെ പറയലല്ല, അതിനെ ഭാവനാത്മകമായി അവതരിപ്പിക്കലാണത് സാഹിത്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ മഅന, നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും വിളിച്ചു പറയലല്ല സാഹിത്യം, സാഹിത്യത്തിൻ്റെ ഒരു ആശയം ഉണ്ടായിരിക്കണം. മാത്രമല്ല ഉസ്ലൂബ്, മഅന എന്ന് പറഞ്ഞ ആശയം, ഉസ്ലൂബ് എന്ന് പറഞ്ഞ ശൈലി. വാക്ക് എല്ലാവർക്കും പറയാൻ പറ്റും ആശയം, പക്ഷെ ചിലർ പറയുമ്പോൾ അതേ ആശയത്തെ അവരുടേതായ ശൈലിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് വളരെ കേൾക്കാൻ രസകരവും ആസ്വാദ്യകരവും ആകർഷിക്കുന്നതുമായി മാറും. അപ്പോൾ ഉസ്ലൂബ്, ഈ നാലും കൂടെ ചേർന്നതാകുന്നു കവിത അല്ലെങ്കിൽ സാഹിത്യം. ഇതിനെയാണ് പണ്ട് കാലഘട്ടത്തിൽ മുഖവ്വിമാത്ത് എന്നൊക്കെ അവർ പേരിട്ട് വിളിച്ചിരുന്നത്. എന്നാൽ വലാകിന്നഹും ലം യസ്തഖ്ദിമു ഹാദിഹിൽ കലിമാത്ത് ഫീ തഅരീഫിഹിം, പക്ഷേ പണ്ട് കാലഘട്ടത്തിൽ അറബികൾ തഅരീഫ് പറയുമ്പോൾ, കവിതയെക്കുറിച്ച് അല്ലെങ്കിൽ സാഹിത്യത്തെക്കുറിച്ച് തഅരീഫ് പറയുമ്പോൾ ആതിഫത്ത്, ഖയാൽ, മഅന, ഉസ്ലൂബ് എന്നുള്ള വാക്കുകളൊന്നും പ്രയോഗിച്ചിട്ടില്ല. പക്ഷേ ഇത് ഉൾക്കൊള്ളുന്ന ആശയങ്ങളെല്ലാം കൂടെ ഉള്ളതിന് അവർ മുഖവ്വിമാത്തു ഷിർ എന്ന് പേര് വിളിച്ചിരുന്നു. ഇതാണ് കവിതയുടെ ഒരു ഭാഗത്ത് നമ്മൾ നമുക്ക് അടുത്ത വോയിസിൽ. അസ്സലാമു അലൈക്കും. ഇതിലെ ബാക്കി ഭാഗം കൂടെ പറയാം. വകാനത്ത് തഅരീഫാത്തുഹും ലിശ്ശിഅരി ജാമിഅത്തൻ ഗൈറു മാനിഅത്തൻ. ഇവര് പഴയ കാലഘട്ടത്തിലെ അറബികൾ കവിതയ്ക്ക് വേണ്ടി വെച്ച അവരുടെ ഈ തഅരീഫ്, നിർവചനങ്ങൾ, ഈ നിർവചനങ്ങളെല്ലാം ജാമിഅത്തൻ കവിതയുടെ ഗുണങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്നതാണ്. പക്ഷെ ഗൈറു മാനിഅത്തൻ കവിതയുടേതല്ലാത്ത ഗുണങ്ങളെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്തതുമായിരുന്നു. ജാമിഅ മാനിയ എന്നൊരു പ്രയോഗമുണ്ട്. ഒരു കാര്യം ഏറ്റവും നന്നായി അവതരിപ്പിക്കുന്നതിനാണ് ജാമ്യവും മാന്യവുമാവുക എന്ന്. അതിൽ ഉൾക്കൊള്ളേണ്ടതിനെ മുഴുവൻ ഉൾക്കൊള്ളുകയും അതിൽ നിന്ന് പുറന്തള്ളേണ്ടതിനെ മുഴുവൻ പുറന്തള്ളുകയും ചെയ്യുന്നത് എന്നാണ് ജാമ്യവും മാന്യവും ആവുക എന്ന് പറഞ്ഞ അതിനർത്ഥം. അപ്പോൾ അവർ കവിതയെക്കുറിച്ച് പറഞ്ഞ നിർവചനങ്ങൾ കവിതയ്ക്ക് വേണ്ട ഗുണങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും കവിതയ്ക്ക് ഉൾക്കൊള്ളാനാവാത്ത സാധനങ്ങളെ അതിൽ നിന്ന് പുറത്താക്കേണ്ടത്, പക്ഷെ അത് പുറത്താക്കാതെ അതുകൂടെ അതിൽ ഉൾക്കൊള്ളുന്ന രീതിയിലാണ്. അപ്പോൾ വേണ്ടതൊക്കെ ഉണ്ട്, വേണ്ടാത്തതും അതിനകത്ത് ഉണ്ട് എന്നായിരുന്നു. പിന്നീട് അൽ മുതഅഖിറൂന മിനൽ അറബ് വളഉ ലിശ്ശിഅരി തഅരീഫൻ ജദീദൻ. ആദ്യ കാലഘട്ടത്തിൽ അൽ കലാമുൽ മൗസൂൽ മുഖഫ എന്ന് പറഞ്ഞ് തുടങ്ങിയത് മധ്യകാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പിൽക്കാല പണ്ഡിതന്മാർ ഇതിന് കവിതയ്ക്ക് പുതിയ ചില നിർവചനങ്ങൾ സ്ഥാപിച്ചു. അതിൽപ്പെട്ടതാണ് ഒമിൻഹും ഇബ്നു സീന. പിൽക്കാലത്ത് ഇതിനെക്കുറിച്ച് കവിതയെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞ പ്രമുഖ പണ്ഡിതന്മാരിൽ ഒരാളാണ് ഇബ്നു സീന. ഇബ്നു സീന അവിസന്ന എന്നറിയപ്പെടുന്ന വലിയ ബിഷഗ്വരനാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, യഖൂലു, എന്താ പറയുന്നത്, അശ്ശൂറു കലാമുൻ മുഖയ്യലുൻ. അദ്ദേഹം പറയുന്നു അശ്ശൂറു കലാമുൻ മുഖയ്യലുൻ. കവിത എന്നത് ഭാവനാത്മകമായ വചനമാണ്. ഭാവനാത്മകം, ഖയാല്, ഭാവനാത്മകമായ വചനമാണ്. മുഅല്ലഫുൻ മിൻ അഖ്വാലിൻ മൗസൂനത്തിൻ, അത് കൂടിച്ചേർന്ന് ഉണ്ടായിരിക്കുന്നു, അത് സംയോജിതമാണ്. മുഅല്ലഫുൻ മിൻ അഖ്വാലിൻ മൗസൂനത്തിൻ, വസ്നുള്ള, നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്, വൃത്തമുള്ള വാക്കുകൾ ചേർന്നാണത് ഉണ്ടായിട്ടുള്ളത്. മുതസാവിയത്തുൻ, അത് തുല്യതയായി ഉള്ളതായിരിക്കും, അഥവാ അതിൻ്റെ ലൈൻസിലുള്ള വാക്കുകളുടെ എണ്ണം, അതിൻ്റെ ഓർഡർ കൃത്യമായ തുല്യത ഉള്ളതായിരിക്കും. അതോടൊപ്പം വഇൻദൽ അറബി മുഖഫാത്തുൻ, അറബികൾക്ക് അത് കാഫിയ ഉള്ളതുകൂടെ ആയിരിക്കണം, അന്ത്യാക്ഷരത്തിൽ പ്രാസം ഉള്ളതുകൂടെ ആയിരിക്കണം എന്നാണ് ഇദ്ദേഹം കവിതയെക്കുറിച്ച് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത് ഭാവനാത്മകമായ സംസാരമാണ്, അത് തുല്യമായ, അതോടൊപ്പം അളവ് നീളത്തിൽ അതിൻ്റെ വലിപ്പത്തിൽ തുല്യതയുള്ള വസന്, അത് വൃത്തമുള്ള വാക്കുകൾ ചേർന്ന് ഉണ്ടായതാണ്. അറബികൾക്ക് അത് കാഫിയ ഉള്ളത് ആയിരിക്കുകയും വേണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇനി അടുത്ത ഒരാൾ വലാല ഇബ്നു ഖൽദൂൻ. ഇബ്നു ഖൽദൂൻ എന്ന ആളുണ്ട്, കേട്ടിട്ടുണ്ടാവും, ഞാൻ ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കും കേട്ടിട്ടുണ്ട്. ഇബ്നു ഖൽദൂൻ മുഖദ്ദിമ എന്ന പുസ്തകം എഴുതി. അദ്ദേഹം ആ പുസ്തകത്തിൽ കവിതയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ
അദ്ദേഹമായിരിക്കാം വലഅല്ല ഇബ്നു ഖൽദൂൻ ആയിരിക്കാം വലാ തഅരീഫൻ ഷാമിലൻ ലിശ്ശിഅരി ഇൻദൽ അറബ്, അറബികളിലെ അടുത്തുള്ള ഒരു സമഗ്രമായ, ഷാമിൽ നിന്ന് സമഗ്രമായത് നമ്മളെല്ലാം ഉൾക്കൊണ്ട ഒരു നിർവചനം കവിതയ്ക്ക് ഉണ്ടാക്കിയ ആൾ ഇബ്നു ഖൽദൂൻ ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇബ്നു ഖൽദൂനിൻ്റെ അഭിപ്രായത്തിൽ കവിത എന്താണ്? അൽ കലാമുൽ ബലീഗു, നല്ല സാഹിത്യ സമ്പുഷ്ടമായ വാക്കാണ് കലാമുൽ ബലീഗ്. എങ്ങനത്തെ ബലീഗ്? അൽ മബ്നിയു അലൽ ഇസ്തിആറത്തി വൽ ഔസാഫ്. അൽ മബ്നിയു, ആ കലാം വാക്ക് വചനം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അൽ ഇസ്തിആറത്തി, അലങ്കാര പ്രയോഗങ്ങളാണതിൽ ഇസ്തിആറത്ത്. വൽ ഔസാഫ്, വർണ്ണനകൾ. ഇപ്പോൾ വർണ്ണനകളും അലങ്കാര പ്രയോഗങ്ങളും യും മേൽ സ്ഥാപിക്കപ്പെട്ട സാഹിത്യ സമ്പുഷ്ടമായ വചനമാകുന്നു കവിത. അവിടെ അദ്ദേഹം നിർത്തുന്നില്ല, വലിയൊരു താരീഫാണ്. വീണ്ടും പറയുന്നു അൽ മുഫസ്സലു ബി അജ്സാഇൻ മുത്തഫിഖത്തിൻ ഫിൽ വസ്നി വറവിയ്യ്. അത് കവിത എന്നത് കലാം പറഞ്ഞു. എന്നിട്ട് അതിൽ മുഫസ്സലു, അത് വിഭജിക്കപ്പെട്ട കലാമാണ്. ബി അജ്സാഇൻ മുത്തഫിഖത്തിൻ ഫിൽ വസ്നി വറവിയ്യ്. അതിൻ്റെ റവിയ്യ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചത് കാഫിയ എന്നാണ്. കാഫിയക്കാണ് റവിയ്യ് എന്നും കൂടെ പറഞ്ഞിട്ട്. അന്ത്യാക്ഷരത്തിൽ ഒരുപോലെ ഉള്ളതും വൃത്തത്തിലും അന്ത്യാക്ഷരത്തിലും മുത്തഫിഖത്തിൻ യോജിച്ച രീതിയിലുള്ള വ്യത്യസ്ത ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടതുമാണ്. അൽ മുഫസ്സൽ ബി അജ്സായിൻ, വ്യത്യസ്ത ഭാഗങ്ങളായി അഥവാ വരികളായി വിഭജിക്കപ്പെട്ടതാണ്. അത് മുത്തഫിഖത്തുൻ അജ്സാ, ഈ ഓരോ ഭാഗങ്ങളും യോജിച്ചു പോകുന്നുണ്ട് അതിൻ്റെ വസ്നിലും ഖാഫിയയിലും. വീണ്ടും അദ്ദേഹം പറയുന്നു മുസ്തഖില്ലുൻ കുല്ലു ജുസ്ഇൻ മിൻഹ. ജുസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഓരോ ലൈൻസുമാണ് പോയംസിലെ. അപ്പോൾ മുസ്തഖില്ലുൻ കുല്ലു ജുസ്ഇൻ മിൻഹ, ആ അജ്സായിലെ ആ കവിതയിലെ ഓരോ ഭാഗങ്ങളും സ്വതന്ത്രമാണ്. ഫി ഗർളിഹി, അതിൻ്റെ ഉദ്ദേശത്തിലും മഖ്സദിഹി, അതിൻ്റെ ലക്ഷ്യത്തിലും. അപ്പോൾ ലക്ഷ്യത്തിലും ഗർള് ലക്ഷ്യം, മഖ്സദ് ഉദ്ദേശം. അപ്പോൾ അതിലെ ഓരോ വരികളും അതിൻ്റെ ആശയത്തിലും അതിൻ്റെ ഉദ്ദേശത്തിലും സ്വതന്ത്രമാണ്. ഏതിൽ നിന്ന് സ്വതന്ത്രമാണ്? അമ്മാ ഖബ്ലഹു വ ബഅദഹു, തൊട്ട് മുമ്പുള്ള വരിയും തൊട്ട് ശേഷമുള്ള വരിയിൽ നിന്നും സ്വതന്ത്രമായി നിൽക്കുന്ന ആശയങ്ങളും ഉദ്ദേശങ്ങളുമുള്ള വരികളുമാണ്. അതുമേൽ അദ്ദേഹം നിർത്തിയിട്ടില്ല. പിന്നെ ഈ കലാം എന്താകുന്നു? അൽ കലാമു, അതിലേക്ക് തന്നെ മടങ്ങിയിട്ട് അൽ ജാരി, അത് സഞ്ചരിക്കുന്നു, അത് നടക്കുന്നു. അല അസാലീബൽ അറബ് അൽ മഖ്സൂസ, അറബികൾക്ക് പ്രത്യേകമായുള്ള ചില ശൈലികളുണ്ട് ഇത് പറയാൻ, കവിത പറയാൻ. ആ ശൈലിയിൽ തന്നെ ഉണ്ടാകുന്നതും ആവണം എന്നാണ്. അപ്പോൾ അറബികളുടെ പ്രത്യേകമായ ശൈലിയിൽ സഞ്ചരിക്കുന്നതുമായ ഒരു കലാമാണ്, ഒരു കലാമാണ് ഷീർന്ന. അത് പറഞ്ഞത് വർണ്ണനകളും അലങ്കാരങ്ങളുടെയും മേൽ സ്ഥാപിക്കപ്പെട്ട സാഹിത്യ സമ്പുഷ്ടമായ ഒരു വാക്കാണ് കവിത. അത് റവിയ് എന്ന് പറഞ്ഞാൽ കാഫിയയിലും വൃത്തത്തിലും യോജിച്ച വ്യത്യസ്ത ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടതാണെന്നും ആ വിഭജിക്കപ്പെട്ട ഓരോ ഭാഗങ്ങളും അതിൻ്റെ ലക്ഷ്യത്തിലും അതിൻ്റെ ഉദ്ദേശത്തിലും അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഭാഗം അല്ലെങ്കിൽ വരിയിൽ നിന്നും തൊട്ട് താഴെയുള്ള വരിയിൽ നിന്നും സ്വതന്ത്രമായി നിൽക്കുന്നതാണെന്നും അതോടൊപ്പം അത് അറബികൾക്ക് പ്രത്യേകമായ ചില ശൈലികളുണ്ട്, അതിനനുസരിച്ച് സഞ്ചരിക്കുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഭാഗം നോക്കുക. അടുത്ത ദിവസം നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ഭാഗങ്ങൾ നോക്കി വരാം. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗം ഞാൻ നാളെ വായിച്ചു വെച്ച 10ാമത്തെ പേജിൽ കുറച്ച് ഭാഗം വായിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ വായിച്ച് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ആശയം പറഞ്ഞങ്ങനെ പോകാം. വക്കാനത്ത് ഖളിയത്തു അമൂദി ഷിർ അസാസ ഷിറിൽ അറബി ഇൻദൽ ഖുദമായി വഷ്തറത്തു അൻ യജ്രിയ ഷിറു അലാ അസാലീബൽ അറബ് في التعبير والصياغة فاختموا بما أثر عن العرب وبما حددت أصول شعرهم القديم وكل ما يغاير هذه المقاييس يعد خروجا على الشعر وعلى أصوليته.
വലിദാലിക് ലം തൂജദ് അശ്ശുറുൽ മുർസലു അവിശ്ശുറുൽ ഹുറു ഔ ഖസീദത്തുൻ നസ്ർ وغيرها من أشكال موسيقى الشعرية عند العرب كما أن تجربتهم الشعرية كانت خالية من الشعر القصصي الملحمي والشعر التمثيلي وغيرهما من القصائد الطويلة وظل الشعر العربي في معظمه شعرا غنائيا. ഇതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നു, കാനത്ത് ഖളിയത്തു അമൂദി ഷിർ അസാസു ഷിർ അറബി ഇന്ദൽ ഖുദമാ. പഴയകാല അറബികളുടെ അടുത്ത് കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസാസ്, അടിത്തറകളിൽപ്പെട്ട ഒന്നായിരുന്നു അമൂദു ഷിർ എന്ന ഇഷ്യൂ. അമൂദു ഷിർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കവിത കാണുന്ന ആ രണ്ട് ഭാഗമായി വിഭജിച്ച് ബഹർ, വസ്ന്, കാഫിയ, റവിയ് എന്നൊക്കെ പറഞ്ഞ എല്ലാ ഗുണങ്ങളുമുള്ള ആ 16 വസ്നുകളോ അതിൻ്റെ ഉപവസ്നുകളോ ആയി മാത്രം വരുന്ന പഴയ കാലത്തെ ആ കവിതക്കാണ് അമൂദു ഷിർ എന്ന് പറയാം. അതായിരുന്നു പഴയ കാലത്തെ അറബികൾക്ക് കവിതയുടെ അടിസ്ഥാനം. അത് തെറ്റിച്ചുകൊണ്ട് കവിത എഴുതാൻ പാടില്ല. വസ്നും കാഫിയും തെറ്റിച്ച് കവിത എഴുതാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു നിർബന്ധമായ ഒരു കാര്യം അന്ന് പണ്ട്. അതുകൊണ്ട് തന്നെ വസ്തറത്വം യജ്രിയ ഷെയറു, കവിത സഞ്ചരിക്കണം, അത് നടക്കണം എന്നവർ നിബന്ധന വെച്ചത് അല അസാലീബിൽ അറബ്, അറബികളുടെ അതേ ശൈലിയിൽ പോകണം, പുറത്തു നിന്നുള്ള സ്വാധീനങ്ങളൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്ന് പണ്ട് കാലത്ത് വലിയ നിബന്ധന ഉണ്ടായിരുന്നു. ഏതെല്ലാം വിഷയങ്ങളിലാണ് കവിത പഴയതിൽ പോകേണ്ടത്? ഫി തഅബീരി വസിയാഗത്തി, ആവിഷ്കാരം, അതിലെ വിഷയങ്ങളുടെ കാര്യത്തിലും, വസിയാഗത്തി, അതിൻ്റെ രൂപകൽപ്പന, അത് എങ്ങനെ വാർത്തെടുക്കണം, അതിൻ്റെ ക്രാഫ്റ്റ്, സിയാഗത്തിന് ക്രാഫ്റ്റ് എന്നൊക്കെ പറയും, അതിൻ്റെ ആ ഘടന എങ്ങനെ വേണം, അതിൻ്റെ സംഗീതം എങ്ങനെ വേണം, അതിലെ പദങ്ങളുടെ സൗന്ദര്യം എങ്ങനെ വേണം, അതുപോലെ അതിലെ ആശയങ്ങൾ, തഅബീർ, ഇതൊക്കെ പഴയ രീതിയിൽ അറബികൾ എങ്ങനെ പറഞ്ഞോ അതുപോലെ തന്നെ തുടർന്ന് പറയണം എന്ന ഒരു ചിന്തയാണ് അറബികളുടെ അടുത്ത് സാധാരണയായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഫഹ്തമ്മു, അവർ വളരെ ശ്രദ്ധാപൂർവം കൈക്കൊണ്ടു അല്ലെങ്കിൽ സ്വീകരിച്ചു, പ്രാധാന്യം കൊടുത്തു. ഏതിന്? ബിമാ ഉസിറ അനിൽ അറബ്, അറബികളിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയത്, അതാണ് ഉസിറ എന്നുള്ളതിന് പ്രയോഗം. അപ്പോൾ അറബികളിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയതെന്തോ അതിനവർ പ്രാധാന്യം കൊടുത്തു. വബിമ ഹദ്ദദത്ത് ഉസൂല് ഷെയ്രിഹിം അൽ ഖദീം, അതുപോലെ തന്നെ അവരുടെ പഴയ കവിതയുടെ ഉസൂല്, അസാസ് എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം തന്നെ ഉസൂല്, അടിസ്ഥാന പ്രമാണം, അത് എന്തൊക്കെ നിയന്ത്രണങ്ങൾ, ഹദ്ദദ യുഹദ്ദിദു എന്ന് പറഞ്ഞാൽ നിയന്ത്രണമാണ്, എന്ത് നിയന്ത്രണമാണോ അവർ തന്നത് വെച്ചത് ആ നിയന്ത്രണങ്ങൾക്കനുസരിച്ചും പഴയ അറബികളിൽ നിന്ന് എന്താണോ ലഭിച്ചത് അതും പ്രാധാന്യത്തോടുകൂടെ സ്വീകരിച്ചു കൊണ്ടുള്ള രചനയാണ് അറബികൾ നടത്തിയത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? വകുല്ലുമാ യുഗായിറു ഹാദിഹിൽ മഖായീസ, ഈ മിഖ്യാസ് എന്ന് പറഞ്ഞാൽ അളവുകോല്, മാനദണ്ഡം. അപ്പം ഈ മാനദണ്ഡങ്ങൾക്ക് എതിരായത് ഗായറ യുഗായിറു, വ്യത്യസ്തമാവുന്ന, ഇതിനെതിരായാൽ, ഈ മാനദണ്ഡങ്ങൾക്ക് വ്യത്യാസമുള്ളതായാൽ യുഅദ്ദു ഖുറൂജൻ അലശ്ശർ, അത് കവിതയോട് നടത്തുന്ന അക്രമമായിട്ട് ഖറജ അല എന്ന് പറഞ്ഞാൽ അക്രമം നടത്തുക, പ്രതിഷേധിച്ചുകൊണ്ട് എന്താ പറയുക, എതിർപ്പ് പ്രകടിപ്പിച്ച് വരിക, ഇതിനൊക്കെയാണ് ഖറജ അല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ നിബന്ധനകൾക്ക് വിധേയമല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചാൽ അത് യുഅദ്ദു ഖുറൂജൻ അലശ്ശർ വഅല ഉസൂലിയത്തിഹി, കവിതയുടെയും കവിതയുടെ പ്രാമാണികതയുടെയും നേരെ നടത്തുന്ന ആക്രമണം അല്ലെങ്കിൽ വിപ്ലവം, പ്രതിഷേധം ഒക്കെ ആയിട്ടാണ് ഇതിനെ കണക്കാക്കിയത്. അതുകൊണ്ട് തന്നെ കവിതയിൽ നിന്ന് പഴയ കാലഘട്ടത്തിൽ കേട്ടതിനോട് എതിരെ പ്രവർത്തിക്കാൻ അറബികൾ പാരമ്പര്യമായി തയ്യാറായില്ല. അതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു എന്നറിയോ? വലിദാലിക ലം തൂജദ് അശ്ശൂർ, ലം തൂജദ് ലം യൂജദ് എന്ന് മതിട്ടോ, ലം തൂജദ് അശ്ശൂറുൽ മുർസലു അവിശ്ശൂറുൽ ഹുറു
അവൽ ഖസീദത്തുൻ നസർ. അതുകൊണ്ട് തന്നെ പഴയ കാലത്തെ കവിതയിൽ ഷെയറുൽ മുർസൽ ഉണ്ടായിരുന്നില്ല. ഷെയറുൽ മുർസൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംഗീതാത്മകതയുടെ ഒരു ഭാഗമാണ്. അവസാനത്തെ അക്ഷരത്തിന് പ്രാസം ഉണ്ടായിരിക്കുന്നതിനെയാണ് നമ്മൾ അമൂദ് ഷെയറിൽ പറഞ്ഞ സംഗതി. അതില്ലാതെ ഒഴിവാക്കുക. എല്ലാ വരികളുടെയും അവസാനം ഒരേ അക്ഷരത്തിൽ അവസാനിക്കണം എന്ന് നിർബന്ധമില്ല എന്ന് പറയുന്ന കവിതയാണ് ഷെയറുൽ മുർസൽ. പക്ഷേ ഷെയറുൽ മുർസൽ അറബികളുടെ അടുത്ത് ഉണ്ടായില്ല പഴയ കാലത്ത്. കാരണം അത് അറബി കവിതയ്ക്കെതിരെയുള്ള നീക്കമായി പരിഗണിച്ചിരുന്നു. അതുപോലെ അവ ഷെയറുൽ ഹുർറ്, രണ്ടാമത്തെ ഒരു ഐറ്റം കവിതയാണ് ഷെയറുൽ ഹുർറ്. ഷെയറുൽ ഹുർറ് എന്ന് പറഞ്ഞാൽ കവിതയിൽ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, കവിതയിൽ വസനും സ്വീകരിക്കുന്നില്ല, അതുപോലെ തന്നെ കാഫിയയില്ല, രണ്ടുമില്ല. മറിച്ച് തഫായിൽ, മുസ്തഫിലും ഫായിലും മഫൂലാത്തും ഫായിലാത്തും എന്നൊക്കെ പറഞ്ഞ തഫായിലുകൾ മാത്രം പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ സംഗീതം അത്തരം കവിതകൾ കുറച്ചെണ്ണം നമ്മൾ ഇതിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഷെയറുൽ ഹുർറ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായില്ല. അതായത് ആധുനികതയ്ക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ ഷെയറുൽ ഹുർറും ഷെയറുൽ മുർസലും, അതുപോലെ തന്നെ ഖസീദത്തുൻ നസർ, ഗദ്യ കവിത, അതായത് പദ്യം പോലെ സംഗീതം ഉണ്ടെങ്കിലും അത് ഗദ്യമായിട്ടാണ് എഴുതിയിട്ടുണ്ടാവുക. ഖുർആൻ്റെ ഒക്കെ ഒരു ശൈലി അങ്ങനെയാണ്. സംഗീതാത്മകത അതിലുണ്ടാകും, പക്ഷേ അതെന്നാൽ കവിത അല്ലതാനോ. അപ്പം ഇങ്ങനെയുള്ള ഖസീദത്തുൻ നസർ, ഷെയറുൽ ഹുർറ്, ഷെയറുൽ മുർസൽ ഇവയൊന്നും അറബി സാഹിത്യത്തിൽ പണ്ട് കാലത്ത് ഉണ്ടായില്ല. കാരണം ഇതൊക്കെ അമൂദ് ഷെയറിന് എതിരാണ്. അമൂദ് ഷെയറിനെതിരെ ഉള്ള പ്രവർത്തനം നടത്താൻ പാടില്ല എന്നാണ് അറബികൾ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് മുർസൽ, ഷെയറുൽ ഹുർറ്, ഖസീദത്തുൻ നസർ വഗൈരിഹ, അതുപോലെയുള്ള മിൻ അഷ്കാലി മൂസീഖ അശ്ശഅരിയ, കവിതയിലെ സംഗീതാത്മകതയുടെ രൂപങ്ങൾ ഇല്ലാതെ പോയി. അറബികളുടെ അടുത്ത് ഇല്ലാതെ പോയി. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട് അറബികൾക്ക്. കമ അന്ന തജ്രിബതഹും അശ്ശഅരിയ, അറബികളുടെ പോയറ്റിക് എക്സ്പീരിയൻസ്, തജ്രിബത്തു ഷഅരിയ, അവിടെ കവിതാ പരിചയം, അവിടെ കവിതയിൽ അവർക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ്, കാനത്ത് ഖാലിയതൻ മിന ഷെയൽ ഖസസി, അവർക്ക് കഥാകഥനം, കഥ എഴുതുന്ന കവിത, അഷെയൽ ഖസസി അൽ മൽഹമി, എപ്പിക് എന്ന് പറയും. എപ്പിക് എന്ന് പറഞ്ഞാൽ ഇതിഹാസ കാവ്യങ്ങൾ. ഇപ്പം ഇന്ത്യയിലൊക്കെ കാണുന്ന രാമായണം, മഹാഭാരതം പോലെയൊക്കെയുള്ള ഇതിഹാസ കാവ്യങ്ങൾ, ഇങ്ങനത്തെ കാവ്യങ്ങളൊന്നും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അതുപോലെ വശീർ തംസീലി, നാടക കവിത, ഇതൊക്കെ ഇന്ത്യയിലും റോമയിലും അതുപോലെ തന്നെ ഗ്രീക്കിലും അതുപോലെ തന്നെ ഈജിപ്തിലുമൊക്കെ ഇത്തരം കവിതകൾ ഉണ്ടായിരുന്നു. ഷെയറുൽ ഖസസി അൽ മൽഹമി, കഥാകഥനം നടത്തുന്ന കവിതകളും അതുപോലെ നാടക കവിതകളുമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും അറബി സാഹിത്യത്തിൽ പഴയ കാലത്ത് ഇല്ലാതെ പോയി. വഗൈരിഹിമാ മിനൽ ഖസായിദി ത്വവീല, ഇതേപോലെയുള്ള ദീർഘകാവ്യങ്ങൾ, കാരണം നൂറുകണക്കിന് പേജിലേക്ക് നീളുന്ന ആയിരക്കണക്കിന് ലൈനുള്ള വലിയ കവിതകൾ ഇവരുടെ സാഹിത്യത്തിൽ, അറബി സാഹിത്യത്തിൽ ഇല്ലായിരുന്നു. പിന്നെ എന്തായിരുന്നു അറബിയിൽ ഉണ്ടായിരുന്നത്? വല്ല ഷെയറുൽ അറബി ഫി മുഅ്ലമിഹി, അറബി കവിത അതിൻ്റെ ഭൂരിഭാഗം എങ്ങനെയായി തുടർന്നു? ലല്ല, അതായിക്കൊണ്ടിരുന്നത് ഫി മുഅ്ലമിഹി, അതിൻ്റെ ഭൂരിഭാഗവും ഷെയറൻ ഖനാഇയൻ. അഷെയറുൽ ഖനാഇ, ലിറിക്സ്, ഭാവഗീതങ്ങൾ എന്ന് പറയുന്ന വലിയ സാങ്കേതികത്വമില്ലാത്ത നമ്മളിപ്പോൾ പഠിക്കുന്ന അധിക കവിതകളും ഉള്ളതുപോലെ പണ്ട് കാലത്തും കവിത ഭാവഗീതങ്ങളായി കവി തൻ്റെ ഒറ്റക്കുള്ള മനസ്സിൻ്റെ വിഷമങ്ങളെയോ ചാബല്യങ്ങളെയോ സന്തോഷങ്ങളെയോ ഒക്കെ പറയുന്ന ഖനാഇയായ ലിറിക്സ് എന്ന ടൈപ്പ് കവിതകൾ മാത്രമേ അറബി സാഹിത്യത്തിൽ ഉണ്ടായുള്ളൂ. ബാക്കി ഭാഗം ഞാൻ ഇങ്ങനെ തുടരാൻ, നിങ്ങൾ കേട്ടാൽ മതി, നിങ്ങൾക്ക് പരിചയമുള്ളത് തന്നെ ആവും. وفي العصر الحديث ظهرت المذاهب الأدبية الغربية في الشعر العربي مثل الكلاسيكية والرومانتيقية والواقعية والرمزية والواقعية الاشتراكية والبارناسية والفنية والسريالية والوجودية والالتزام والبنيوية والتفكيكية وغيرها من المذاهب والنزعات. وقد ظهرت تغيرات شاملة في موسيقى الشعر ومضمونه، فنرى في الشعر العمودي الذي يحتفظ على شكل القصيدة القديمة إلى جانب الشعر المرسل الذي ترك منه القافية
والشعر الحر الذي يعتني بالتفعيلة ويترك البحر والقافية حتى وصل إلى الشعر المنثور الذي ليس فيه الوزن والقافية والتفعيلة. ومن جانب آخر ظهر في الشعر العربي أشكال جديدة كالملحمة والمسرحية الشعرية إضافة إلى الشعر الغنائي المتوارث. وكانت هذه التطورات جارية على أكتاف بعض الجمعيات الأدبية الشعرية في العالم العربي، ومن أهمها جمعية الديوان وجماعة أبولو وعصبة العشرة وأدب المهجر بما فيه الرابطة القلمية والعصبة الأندلسية وغيرها. ഞാനിപ്പം വായിച്ചതിൻ്റെ വിശദീകരണം പറഞ്ഞുതരാം. ആധുനിക കാലഘട്ടത്തിൽ വഫിൽ അസ്ലിൽ ഹദീസ് ലഹറത്ത് അൽ മദാഹിബുൽ അദബിയത്തുൽ ഗർബിയ, പാശ്ചാത്യൻ സാഹിത്യ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ചിന്താധാരകൾ പ്രത്യക്ഷപ്പെട്ടു. ഫിഷൽ അറബി, അറബി സാഹിത്യത്തിൽ, അറബി കവിതയിൽ പടിഞ്ഞാറിൽ നിന്നുള്ള സാഹിത്യ പ്രസ്ഥാനങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അതിൽപ്പെട്ടതാണ് മിസൽ ക്ലാസിക്കിയ. ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരണം നമ്മൾ പിന്നെ വരുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണോ അറിയില്ല. റൊമാൻറ്റിസിസം, വാഖഇയ്യ എന്ന് പറഞ്ഞാൽ റിയലിസം, റംസിയ എന്ന് പറഞ്ഞാൽ സിംബോളിസം, വൽ വാഖഇയ്യത്തുൽ ഇഷ്തിറാക്കിയ എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റിക് റിയലിസം, വൽ പാർനാസിയ അതിനെ പാർനാസിസം തന്നെയാണ് പറയാറ്, വൽ ഫന്നിയ അൽ ഫന്നു ലിൽ ഫന്ന് എന്ന് പറയുന്ന കലാവാദം, ശുദ്ധ കലാവാദം, കലയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞത് അതിനാണ് ഫന്നിയ. സുറിയാലിയ സർ റിയലിസം എന്നാണ്, സർ റിയലിസം അങ്ങനെ തന്നെയാണ് അതിന് മലയാളത്തിൽ ഉപയോഗിക്കാറുള്ള ഒന്ന്. വൽ വുജൂദിയ, വുജൂദിയ എന്ന എക്സിസ്റ്റൻഷ്യലിസം എന്നാണ്. എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറഞ്ഞാൽ അസ്തിത്വവാദം എന്ന് മലയാളത്തിൽ പറയും. വൽ ഇൽത്തിസാം, കമ്മിറ്റ്മെൻറ്റ് ലിറ്ററേച്ചർ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയാം. അതിന് മലയാളത്തിൽ പ്രതിബദ്ധത സാഹിത്യം എന്ന് പറയും. വൽ ബുന്യവിയ, ബുന്യവിയ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറലിസം എന്ന് പറയും. മലയാളത്തിൽ ഘടനാവാദം എന്നാണ് അതിന് പ്രയോഗിക്കുന്നത്. വ തഫ്കീക്കിയ, അതിന് ഇംഗ്ലീഷിൽ ഡീകൺസ്ട്രക്ഷൻ എന്നാണ് പറയാറുള്ളത്. മലയാളത്തിൽ അപനിർമ്മാണം എന്നാണ് അതിന് ഉപയോഗിക്കുന്ന പദം. അപ്പോൾ ഇങ്ങനെയുള്ള പാശ്ചാത്യൻ ചിന്താധാരകളിൽ ഉത്ഭവിച്ച എല്ലാ തരത്തിലുമുള്ള സാഹിത്യ ചിന്താധാരകളും അറബ് കവിതയിൽ ആധുനിക കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടു. വഗൈരിഹാമിൽ മദാഹിബ് നുസ്വാത്ത്, ഈ പറഞ്ഞതും ഇതല്ലാത്തതുമായ പല സംഘടനകളുടെയും പല ചിന്തകളുടെയും പല ഫിലോസഫികളുമൊക്കെ അറബ് സാഹിത്യത്തിൽ, അറബ് കവിതയിൽ വന്നു. വഖദ് ലഹറത്ത് തഗയ്യുറാത്തുൻ ശാമിലത്തുൻ ഫി മൂസിഖ ശിഅർ വ മദ്മൂനിഹി, ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായ മറ്റൊരു പ്രത്യേകത ലഹറത്ത് തഗയ്യുറാത്തുൻ ശാമിലത്തുൻ, സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടായി. ശാമില എന്നാണ് സമഗ്രമായിരുന്ന. ഏതെല്ലാം വിഷയത്തിൽ? ഫി മൂസിഖ ശിഅർ, കവിതയുടെ മ്യൂസിക്കിൽ, വ മദ്മൂനിഹി, കവിതയുടെ കണ്ടന്റ്, കവിതയുടെ സംഗീതത്തിലും കവിതയുടെ വിഷയത്തിലും നല്ല മാറ്റങ്ങൾ വന്നു. ഫനറ അശ്ശിറൽ അമൂദി, ഇന്നത്തെ കാലത്ത് നോക്കിയാൽ പഴയ കാലം മുതൽക്കേ തുടർന്ന് വരുന്ന ഷിറുൽ അമൂദി, നേരത്തെ അമൂദ് ഷിർ എന്ന് പറഞ്ഞത് അതിന് തന്നെയാണ് ഷിറുൽ അമൂദി, പഴയ കാലത്തെ പാരമ്പര്യ രൂപത്തിലുള്ള കവിതയെ കാണാം. അതുപോലെ എന്താണ് അതിൻ്റെ പ്രത്യേകത? അല്ലത് യഹ്തഫിദു അലാ ഷക്കിലിൽ ഖസീദത്തിൽ ഖദീമ, പഴയ കവിതയുടെ അല്ലെങ്കിൽ ഖസീദ, കവിതയുടെ അതേ രൂപം അതുപോലെ തുടർന്ന് വരുന്ന ഷിറുൽ അമൂദിയുണ്ട്, ഇന്നും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് കാലഹരണപ്പെട്ടിട്ടില്ല. അതോടൊപ്പം നില ജാനിബി ഷിറുൽ മുർസൽ, നേരത്തെ പറഞ്ഞ ഷിറുൽ മുർസൽ അതിലുണ്ട്. ഷിറുൽ മുർസൽ എന്ന് പറഞ്ഞാൽ അല്ലദീ തുരിക മിൻഹുൽ ഖാഫിയ, കാഫിയ അവസാനത്തെ അക്ഷരത്തിലെ പ്രാസം ഒഴിവാക്കപ്പെട്ട് എഴുതുന്ന ഷിറുൽ അമൂദി, പിന്നെ ഷിറുൽ മുർസൽ എന്ന് കാണാം. വ ഷിറുൽ ഹുർ, അതുപോലെ തന്നെ ഷിറുൽ ഹുർ കാണാം. എന്താണ് ഷിറുൽ ഹുർ? സ്വതന്ത്ര കവിത അല്ലെങ്കിൽ ഫ്രീ വേഴ്സ് എന്നൊക്കെ പറയുന്ന ഈ കവിത. അല്ലദീ യഅ്തനി ബി തഫ്ഈലത്തി, അതിൽ മുസ്തഫിലും ഫായിലും എന്നൊക്കെ പറഞ്ഞ തഫ്ഈലക്ക് പ്രാധാന്യം കൊടുക്കുകയും വയദ്റകുൽ ബഹ്റ വൽ ഖാഫിയ, വസ്ന്, അതിൻ്റെ മീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ആ പിന്നെ എന്താ പറയുക വൃത്തം, കവിതയുടെ വൃത്തം ഒഴിവാക്കി, അതുപോലെ തന്നെ പിന്നെ കാഫിയ അന്ത്യാക്ഷര പ്രാസവും ഒഴിവാക്കിയിട്ടുള്ള ഷിറുൽ ഹുർ ഈ കാലഘട്ടത്തിൽ രംഗത്ത് വന്നു. ഹത്ത വസല ഇല ഷിറുൽ മൻസൂർ,
പിന്നെ ആധുനിക കാലഘട്ടത്തിൽ ഗദ്യ കവിത ഷെയ്റുൽ മൻസൂർ. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഒലൈസ ഫീഹി വസ്ന്, നേരത്തെ പറഞ്ഞ പോലെയുള്ള വസ്നില്ല, കാഫിയല്ല, തഫ്ഈലത്തുമില്ല. പണ്ട് കാലം മുതൽക്കേ അറബിയിൽ സംഗീതത്തിൻ്റെ ബേസായി കരുതിയിരുന്ന വസ്നില്ല, പിന്നെ കാഫിയയുമില്ല, തഫ്ഈലത്ത് പോലും ഇല്ല. തഫ്ഈലത്ത് തന്നെ 10 വാക്കുകളാണ്. ഈ 10-ലേതെങ്കിലും ഒരു വാക്കായിരിക്കും കവിതയിൽ വരുന്ന വാക്കിൻ്റെ അടിസ്ഥാന ഘടന എന്നാണ്. പക്ഷേ അതൊന്നും ഇല്ലാത്ത കവിത ആധുനിക കാലത്ത് എഴുതാൻ തുടങ്ങി. വമിൻ ജാനിബിൻ ആഖർ, മറ്റൊരു വശത്തുകൂടെ നോക്കിയാൽ കവിത വീണ്ടും മാറ്റം വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്ത്, കവിതയിൽ പിന്നെ മുഴുവൻ എന്നാലും അതിൻ്റെ ഭൂരിഭാഗവും ഷീർ ഖനായി ആയിരുന്നു. ഷീർ ഖസസി, മൽഹമി, ഷീർ തംസീലി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പക്ഷെ ആധുനിക കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? ലഹറ ഫി ഷീറുൽ അറബി അഷ്കാലുൻ ജദീദ, പുതിയ രൂപത്തിലുള്ള കവിതകൾ വന്നു. കൽ മൽഹമത്ത്, എപ്പിക്സ് എഴുതാൻ തുടങ്ങി, ഇതിഹാസങ്ങൾ. വൽ മസ്രഹിയത്ത് ഷെയ്രിയ, കവിതാ നാടകങ്ങൾ ആധുനിക കാലത്ത് എഴുതാൻ തുടങ്ങി. ഇലാഫത്ത് ഇല ഷീറുൽ ഖനായി അൽ മുതവാരിസ്, പാരമ്പര്യമായി കിട്ടിയ ഷീറുൽ ഖനായി എന്നുള്ളത് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിലും എഴുതുന്നുണ്ട്. അതിന് പുറമെ ഷീറുൽ ഖസസിയും ഷീറുൽ മൽഹമിയും അതുപോലെ തന്നെ ഷീറുൽ അൽ മസ്രഹി അല്ലെങ്കിൽ ഷീറുൽ തംസീലി തുടങ്ങിയ നാടക കവിതകളുമൊക്കെ ആധുനിക കാലത്ത് എഴുതാൻ തുടങ്ങി. ഇങ്ങനെ മാറ്റങ്ങളെല്ലാം വന്നത് സത്യത്തിൽ എങ്ങനെയാണ്? വക്കാനത്ത് ഹാദി തതവ്വുറാത്തു ജാരിയത്തുൻ, ഈ മാറ്റങ്ങളെല്ലാം നടന്നത് ജാരിയത്തുൻ, അത് നടന്നത് അല അക്താഫി ബാദുൽ ജംഇയ്യാത്ത് അൽ അദബിയ, ചില സാഹിത്യ സംഘടനകളുടെ ചുമലിലാണെന്ന്. ചുമൽ എന്ന് പറഞ്ഞാൽ അതൊരു സാങ്കേതിക പ്രയോഗമാണ്. അവയുടെ ചുമലിലേറിയിട്ടാണ് നടന്നതെന്നാൽ ഈ സംഘടനകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. കെത്തിഫ് എന്ന് പറഞ്ഞാൽ ചുമൽന്ന. അപ്പോൾ അവരുടെ ചുമലിലാണ് നടന്നതെന്നാൽ അവരുടെ സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ടാണ് മാറ്റങ്ങളൊക്കെ വന്നത്. ആ ജമിയാത്തുൽ അദബിയ അശ്വരിയ, കവിതാ സംഘടനകളുണ്ട്, അതുപോലെ തന്നെ സാഹിത്യ സംഘടനകളുമുണ്ട്. ഫിൽ ആലമിൽ അറബി, അറബ് ലോകത്ത് ഇങ്ങനെ ഉണ്ടായ സംഘടനകൾ, അതിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇനി പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട സംഘടന മിൻ അഹമ്മിഹ, അതിൽ പ്രധാനപ്പെട്ട സംഘടനകളാണ് ജമിയത്തുൽ ദീവാൻ, ജമാഅത്ത് അപ്പോളോ, ഉസ്ബത്തുൽ അഷറ, അതുപോലെ അദബുൽ മഹിജർ എന്ന ഒരു പ്രസ്ഥാനമുണ്ട്. പിന്നെന്താണ് പ്രവാസ സാഹിത്യം, അതിൽപ്പെട്ട ബിമാഫി റാബിത്തത്തുൽ കലമിയ എന്ന സംഘടന, വൽ ഉസ്ബത്തുൽ ഉന്ദുലുസിയ വഗൈരിഹ. ഒരു പക്ഷേ ഇതൊക്കെ ഇനി പറയാൻ പോകുന്ന ചരിത്രം നിങ്ങൾ വേറെ പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവാം. വേണോ വേണ്ടേ എന്ന് നിങ്ങൾ പറയാം. ഏതായാലും ഇന്ന് ഞാൻ കുറച്ച് ഭാഗം വായിക്കും. പിന്നീട് അത് വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട് അറിയിച്ചാൽ മതിയാകും. അസ്സലാമു അലൈക്കും. ഇനിയുള്ള ഭാഗം കവിതയുടെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പറയുന്ന സംഗതിയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ തുടങ്ങാം. മദ്രസത്തുൽ ഇഹ്യാഇ വൽ ബഅസ്. മദ്രസത്തുൽ ഇഹ്യാഇ വൽ ബഅസ്, അതിൻ്റെ അർത്ഥം പുനരുജ്ജീവനം നടത്തുക എന്നാണ്. കവിത അത്രയും കാലം ഉറങ്ങിക്കിടക്കുകയായിരുന്നു, അതിന് പുതുജീവൻ നൽകിയ പ്രസ്ഥാനം എന്നാണ്. ആ പ്രസ്ഥാനം സത്യത്തിൽ അൽ മദ്ഹബുൽ ക്ലാസിക്കി എന്ന ക്ലാസിക്കലിസം അല്ലെങ്കിൽ പറയുന്ന ക്ലാസിക്കൽ എന്ന് നമ്മൾ പറയുന്ന ക്ലാസിസിസം, അതിൻ്റെ ഭാഗമായിട്ട് വന്ന പ്രസ്ഥാനമാണ്. അത് എന്തൊക്കെയാണ് പ്രവർത്തിച്ചത് എന്ന് നമുക്ക് ഈ തുടർന്ന് വായിച്ച് നോക്കാം. قد مر الشعر العربي بأطوار عديدة للوصول إلى الحداثة، وكانت بداية هذه الحداثة بمدرسة الإحياء والبعث التي كان قوامها محمود سامي البارودي الذي قام بتوصيل ماضي الشعر العربي بالحاضر، واتصل به جماعة من الشعراء يقتفون آثاره متأثرين بالشعر العربي العباسي بعد أن اقتبل الشعر في أسلاك البديع والزخارف اللفظية التي قلت من جودة الشعر حتى جعلت للشكل اهتماما بالغا، ثم بدأ يتطور في مجالاته المختلفة وفقا لزيادة صلة العالم العربي بالحضارة الغربية. ومن أتباع البارودي وردة اليازجي وعائشة تيمورية. قد مر الشعر العربي بأطوار عديدة. അറബി കവിത കടന്നുപോയി. ബി അത്വാരിൻ അദീദത്തിൻ, പല ഘട്ടങ്ങളും കടന്നുപോയി.
ലിൽ വുസൂലി ഇലൽ ഹദാസ, ആധുനികതയിലേക്ക് എത്തുന്നതിന് മുമ്പ് പല ഘട്ടങ്ങളിലൂടെയും അറബി കവിത കടന്നുപോയിട്ടുണ്ട്. വകാനത്ത് ബിദായത്തു ഹാദിഹിൽ ഹദാസ, ഈ ആധുനികതയുടെ തുടക്കം ആയിരുന്നു ബി മദ്രസത്തുൽ ഇഹ്യാ വൽ ബഅസ്. മദ്രസത്തുൽ ഇഹ്യാ വൽ ബഅസ് എന്ന് പറഞ്ഞാൽ പുനരുജ്ജീവനം, അല്ലെങ്കിൽ അതിനെ പുനരെഴുന്നേൽപ്പിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പുനർജീവനം നൽകുന്ന ഒരു പ്രസ്ഥാനം എന്ന് പേരിട്ട ഒരു പ്രസ്ഥാനത്തിലൂടെയാണ് ഇതിൻ്റെ തുടർച്ച, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ആധുനികതയുടെ തുടക്കമുണ്ടാകുന്നത്. അല്ലത്തി കാന ഖിവാമുഹ മഹ്മൂദ് സാമി അൽ ബാറൂദി, ഈ പ്രസ്ഥാനത്തിൻ്റെ ഖിവാമ്, നെടുന്തൂണ്, പ്രധാനപ്പെട്ട ആള് മഹ്മൂദ് സാമി അൽ ബാറൂദി എന്ന കവിയായിരുന്നു. അല്ലതി, അയാൾ എന്ത് ചെയ്തു? ഖാമ ബി തൗസീലി മാലി ഷെയറിൽ അറബി ബിൽ ഹാദിർ, അറബി കവിതയുടെ ഭൂതകാലത്തെ ആധുനിക കാലം അല്ലെങ്കിൽ വർത്തമാനകാലവുമായി ബന്ധിപ്പിച്ചു അദ്ദേഹം. വസല തൗസീൽ, ബന്ധനം നടത്തി, ബന്ധിപ്പിച്ചു അദ്ദേഹം. ഖാമ ബി തൗസീൽ മാലി ഷെയറിൽ അറബി ബിൽ ഹാദിർ, അറബി കവിതയുടെ ഭൂതകാലത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. വത്തസല ബിഹി ജമാഅത്തു മിന ശുഅറ, അദ്ദേഹത്തോട് കൂടെ ഒരു കൂട്ടം കവികളും കൂടെ ചേർന്നു. യഖ്തഫൂന ആസാറഹു, അവരെല്ലാവരും ഇദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ചേർന്നു. മുതഅസ്സിരീന, അവർ സ്വാധീനം സ്വീകരിച്ചത് ബിശ്ശഅറിൽ അറബി അൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടത്തിലെ നല്ല നല്ല കവിതകൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അറബി കവിതയിൽ ഈ പല രീതിയിലുള്ള വ്യവഹാരങ്ങളും വന്ന് അറബി കവിതയുടെ ഭാവനയും അതിൽ നിന്നുള്ള നല്ല ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞ അവർ അറബി കവിതയിലെ അബ്ബാസി കാലഘട്ടത്തിലെ കവിതകളെ എടുത്ത് സ്വീകരിച്ചുകൊണ്ട് അവർ വീണ്ടും ആധുനിക കാലത്ത് എഴുതാൻ തുടങ്ങി. ബഅദൻ ഇക്തബല ഷുറു ഫി അസ്ലാക്കിൽ ബദഇ വസ്സഖാരിഫിൽ ലഫ്ലിയ, ഏതിനു ശേഷമാണ് അവർ ഇങ്ങനെ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് വന്നതെന്ന് വെച്ചാൽ ബഅദൻ ഇക്തബല ഷുറു, കവിത ബന്ധിതമായതിനു ശേഷം. ഇവർ ജീവിച്ച കാലഘട്ടത്തിൽ സത്യത്തിൽ കവിത ബന്ധിതമായിരുന്നു. ഏതുമായിട്ട്? ഫി അസ്ലാക്കിൽ ബദിയ എന്ന് പറഞ്ഞാൽ അബ്ബാസി കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ വന്ന ഒരു പ്രസ്ഥാനമാണ്. ആ ബദിയയെ അനുസരിച്ചാണ് കവിതയിൽ രൂപഭംഗിക്ക് പ്രാധാന്യം കൊടുത്ത് പദങ്ങളുടെ സൗന്ദര്യവും പദങ്ങളുടെ പ്രത്യേകതയും നോക്കുന്ന ഒരു ആശയത്തിലേക്ക് വന്നത്. അതിലാണ് അതിൻ്റെ ചരടുകൾ എന്നാണ് അസ്ലാക്ക്. അപ്പോൾ ബദിയയിൻ്റെ ചരടുകളാൽ ബന്ധിതമായിരുന്ന കവിതയെ മോചിപ്പിച്ചുകൊണ്ട് അബ്ബാസി കാലഘട്ടത്തിലെ നല്ല കവിതകളിലേക്ക് തിരിച്ചുപോക്ക് നടത്തിയവരായിരുന്നു ഈ സംഘം ആളുകൾ. വസ്സഖാരിഫുൽ ലഫ്ലിയ, നേരത്തെ പറഞ്ഞാണ് പദത്തിലുള്ള പദസംബന്ധമായ ആഡംബരങ്ങളിലും ബദിയ അതിൻ്റെ ഒക്കെയുള്ള ബന്ധനങ്ങളിൽ നിന്ന് കുടുങ്ങിക്കിടന്നിരുന്ന ആ സമയത്താണ് ഇവർ രംഗത്ത് വന്നത്. പിന്നെന്ത് സംഭവിച്ചു? അല്ലത്തി ഇങ്ങനെ ആയപ്പോൾ സുഹ്റുഫും ബദിയവും കൂടിയപ്പോൾ കല്ലത്ത് മിൻ ജൗദത്തി ഷെയർ, ഈ കാലഘട്ടത്തിൽ കവിതയുടെ മേന്മ കുറഞ്ഞു പോയിരുന്നു. ഹത്ത ജഅലത്തിൽ ഷക്കിൽ ഇഹ്തിമാമൻ ബാലിഗൻ, കവിതയുടെ ബാഹ്യരൂപത്തിനായിരുന്നു വലിയ പ്രാധാന്യം കൊടുത്തിരുന്നത്. മറ്റുള്ള എല്ലാ ഭാഗങ്ങളും, ഭാവന, അതുപോലെ തന്നെ കവിതയുടെ വൈകാരികത, കവിതയുടെ വിഷയം, ഇതിന് യാതൊരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഉസ്ലൂബിൽ മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു ഈ കാലഘട്ടത്തിന് മുമ്പ് വരെ കവിത ഉണ്ടായിരുന്നു. അത് മാറ്റാനുള്ള ശ്രമം നടത്തിയത് ഈ പറഞ്ഞ മഹ്മൂദ് സാമി ബാറൂദിയും അദ്ദേഹത്തിനോട് കൂടെ ചേർന്ന ആളുകളും ആയിരുന്നു. സുമ്മ ബദഅ യതതവ്വറു, പിന്നെ കവിത ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഫി മജാലാതി അൽ മുഖ്തലിഫ, പല മേഖലകളിലും കവിത വളർന്ന് വികസിക്കാൻ തുടങ്ങി. വിഫ്ഖൻ ലിസിയാദത്തി സുലത്തിൽ ആലമിൽ അറബി ബിൽ ഹദാറത്തിൽ ഗർബിയ, അറബ് ലോകത്തിന് പാശ്ചാത്യൻ ലോകവുമായുള്ള ബന്ധം കൂടുന്നതിനനുസരിച്ച്. വിഫ്ഖൻ ലിസിയാദത്തി സുലത്തിൽ ആലമിൽ അറബി, അറബ് ലോകത്തിൻ്റെ ബന്ധം കൂടുന്നതിനനുസരിച്ച് ബിൽ ഹദാറത്തിൽ ഗർബിയ, പാശ്ചാത്യ നാഗരികതയുമായിട്ട്. അപ്പോൾ അങ്ങനെ കൂടി പാശ്ചാത്യരുടെ ശൈലികൾ പലതും സ്വീകരിക്കാൻ തുടങ്ങി. ആദ്യം അറബി സാഹിത്യത്തിലെ പഴയ ആളുകളെ പിന്തുടർന്നുകൊണ്ടുള്ള എഴുത്തിലേക്ക് മടങ്ങിയ ശേഷം
പിന്നെ ആധുനികതയുടെ ഭാഗമായ ശൈലികളൊക്കെ സ്വീകരിക്കാൻ തുടങ്ങി. വമിൻ അത്ബായിൽ ബാറൂദിയുടെ അതേ ശൈലി പിന്തുടർന്ന അദ്ദേഹത്തിന് സമകാലികരായ ആളുകളിൽ പെട്ടവരാണ് വർദ്ധത്തുൽ യാസ്ജി, ആയിഷ തൈമൂരിയ പോലെയുള്ള ലേഡീസൊക്കെ. ഇതല്ലാതെ കുറേ എഴുത്തുകാരുണ്ട്, പക്ഷേ അവരൊക്കെ പലപ്പോഴും ആധുനിക പ്രസ്ഥാനത്തിലും ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഷൗക്കിയെ പോലെ, ഹാഫിദ് ഇബ്രാഹിമിനെ പോലെയൊക്കെയുള്ള കവിതകൾ. അതിനെക്കുറിച്ചുള്ള വിശദീകരണം പിന്നീട് വരും. പാരഗ്രാഫ് കൂടെ ഞാനിന്ന് വായിക്കും. وبعد البارود ظهر شعراء معتدلون توسطوا بين الموروث والحديث وقاموا بالشعر الذي اشتهر بنزعة النيو كلاسيكية الذي استطاع السيطرة على مجرى الشعر الحاضر. وكان هذا التطور مسلسلا، والشعراء الكلاسيكيون أمثال أحمد شوقي وحافظ إبراهيم ومن نهجوا نهجهم كانوا يتمسكون بعمود الشعر مع محاولتهم لتنويع القوافي، ومع ذلك أدخلوا انقلابا في مضمون الشعر. وبعد البارودي ബാറൂദിക്ക് ശേഷം ലഹറ ഷുറാ മുഅ്തദിലൂന, പിന്നീട് വന്നത് ഷുറാ മുഅ്തദിലൂന എന്ന വിഭാഗം ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഒരു മധ്യമവർത്തികളായ കവികൾ. ഏറ്റവും ആധുനികതയിലേക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ല, ബാറൂദിയെ പോലെയുള്ള ഏറ്റവും പുരാതനമായതിലേക്ക് പോയിട്ടില്ല. ഇത് ഏറ്റവും പുരാതനതയുടെയും ഏറ്റവും പുതിയതിൻ്റെയും മധ്യേ നിൽക്കുന്നവർ എന്നാണ് ഇവരെക്കുറിച്ച് പറയുന്നത്. അവരെന്താ ചെയ്തത്? തവസ്സത്തു, അവർ മധ്യമ നിലപാട് സ്വീകരിച്ചു. ബൈനൽ മൗറൂസി വൽ ഹദീസി, പാരമ്പര്യമായി കിട്ടിയതിൻ്റെയും ആധുനികമായ ഇതിൻ്റെയും ഇടയെ മധ്യമ നിലപാട് സ്വീകരിച്ച കവികളായിരുന്നു ബാറൂദിക്ക് ശേഷം വന്നവർ. അവരെന്താ ചെയ്തത്? വഖാമു ബിശ്ശിഅരില്ലദി ഇഷ്തഹറ ബിനുസ്അതി നിയോ ക്ലാസിക്കിയ, ഇവരാണ് ഒരു തരം കവിതകൾ അല്ലദി ഇഷ്തഹറ ബിനുസ്അതി നിയോ ക്ലാസിക്കിയ, നിയോ ക്ലാസിസിസം, അൽ ക്ലാസിക്കിയത്തുൽ ഹദീസ എന്ന് പറഞ്ഞാൽ തനി പഴയ ക്ലാസിസിസം അല്ല, ആധുനിക പ്രവണതകളെ സ്വീകരിക്കുന്ന എന്നാൽ പഴമ നിലനിർത്തുന്ന കവിത. ഇതിനെയാണ് നിയോ ക്ലാസിസിസം എന്ന് പറയാം. ഇതൊക്കെ ഫ്രഞ്ചിൽ രൂപപ്പെട്ട പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഭാഗം ആളുകളായിരുന്നു മധ്യമ വിഭാഗമായി രംഗത്ത് വന്ന ആളുകൾ. ഇവർക്ക് എന്താ സംഭവിച്ചത്? സത്യത്തിൽ ഈ പ്രസ്ഥാനമാണ്, നിയോ ക്ലാസിസം എന്ന പ്രസ്ഥാനമാണ് ആധുനിക കാലഘട്ടത്തിലെ കവിതയിൽ നല്ല സ്വാധീനം ചെലുത്തിയത്, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത സൈത്തറത്ത്, നിയന്ത്രണം, അതിന് കൺട്രോൾ അവരുടെ കയ്യിലേക്ക് വരാൻ പറ്റിയ സാഹചര്യം ഉണ്ടാക്കിയ കവിതയാണ് നിയോ ക്ലാസിസം. അപ്പോൾ കൂടുതൽ കവിതകളും ആധുനിക കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് നിയോ ക്ലാസിക് സ്റ്റൈലായിരുന്നു. വക്കാന ആദത്ത തൗർ മുസൽസലൻ, ഇത് ഒറ്റയടിക്ക് അങ്ങോട്ട് ഉണ്ടായ ഒരു ഡെവലപ്മെൻ്റ് അല്ല. മുസൽസലൻ, അത് എന്താ പറയുക, അത് അതിൻ്റെ ഒരു ചെയിനായിട്ട് നമ്മളതിനെ എന്താ പറയുക, ഒറ്റയടിക്കല്ല, അതിനെ കണ്ണികളായി തുടർന്ന് വന്ന ഒരു ഡെവലപ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഷുറാഉൽ ക്ലാസിക്കിയൂൻ, ക്ലാസിസ്റ്റ് കവികൾ, ഏതാണ് നിയോ ക്ലാസിക്കിയ അല്ലെങ്കിൽ ക്ലാസിക്കിയ എന്നൊക്കെ പറയുന്ന ഈ വിഭാഗം, ക്ലാസിക്കിയൂൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിയോ ക്ലാസിസത്തിനും ഇവരൊക്കെ കുറേ പഴയതും എഴുതിയിട്ടുണ്ട് ആദ്യകാലത്തൊക്കെ. അപ്പോൾ ഈ ക്ലാസിസ്റ്റുകൾ അല്ലെങ്കിൽ നിയോ ക്ലാസിസ്റ്റുകളായിരുന്നു ഏതുപോലെയുള്ള അംസാല അഹമ്മദ് ഷൗക്കി, ഹാഫിദ് ഇബ്രാഹിമിനൊക്കെ പോലെയുള്ള കവികൾ. വമൻ നഹജു നഹ്ജഹും, ഇവരുടെ പാത പിൻപറ്റിയ ആളുകളുമെല്ലാം കാനു യതമസ്സകൂന ബിഅമൂദി ശിഅർ, ഇവർക്കൊക്കെയുള്ള പ്രത്യേകത ഇതാണ് ഈ ക്ലാസിസത്തിൻ്റെ അല്ലെങ്കിൽ നിയോ ക്ലാസിലെ പ്രത്യേകത. അമൂദ് ശിഅർ, കവിതയിലെ ആ വസ്ന് കാഫിയ, 16 വസ്ന്, ആ വസ്ന് അതുപോലെ തന്നെ പിന്തുടരുന്ന കവികളായിരുന്നു ഈ നിയോ ക്ലാസിസത്തിന്. ഇതിനെ ലംഘിക്കുന്നവരായിരുന്നില്ല. അപ്പം നിയോ ക്ലാസിസ്റ്റുകൾ ക്ലാസിസ്റ്റുമായിട്ട് അടുത്ത് നിൽക്കുന്നത് വസ്നിൻ്റെ കാര്യത്തിലാണ് പ്രധാനമായിട്ടും, മ്യൂസിക്കിൻ്റെ കാര്യം. അത് പഴയതിന് അതുപോലെ തന്നെ തുടരുകയായിരുന്നു ഇവരും ചെയ്തിട്ടുണ്ടായിരുന്നു. പഴയതിനെ അതുപോലെ തുടരുകയല്ല, പഴയതിനെ ആ അമൂദ് ഷീറിൽ അതുപോലെ തന്നെ തുടരുകയാണ് ചെയ്തത്. അതേ സമയത്ത് അവർ ചില മാറ്റങ്ങൾ വരുത്തി. അതെന്താണ്? മുഹാവരത്തിൽ തൻവീഉൽ ഖവാഫി, ഒറ്റ കാഫിയ എന്നതിൽ അവർ മാറ്റം വരുത്താൻ ശ്രമിച്ചു. തൻവീഉൽ ഖവാഫി, കാഫിയകളെ വൈവിധ്യമായി എഴുതാനുള്ള ശ്രമം ഇവിടെ പറഞ്ഞു. ഒറ്റ കാഫിയക്ക് പകരം 4 വരി 5 വരി എഴുതുമ്പോൾ
അത് കഴിഞ്ഞ് ഒരു സ്റ്റാൻസ അവസാനിച്ചാൽ മറ്റൊരു സ്റ്റാൻസയിലേക്ക് പോകുമ്പോൾ വേറെ പിന്നെ എന്താണ് കാഫിയ. ഇങ്ങനെ തൻവീഉൽ ഖവാഫി, കാഫിയെ വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ട് എഴുതുന്ന ഒരു ശൈലിയിലേക്ക് ഇവർ വന്നു. അതോടൊപ്പം വമാദാലിക ദഖലു ഇൻഖിലാബൻ ഫി മദ്മൂൻ അശ്ശർ, കവിതയുടെ കണ്ടന്റിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ ആളുകളാണ് അവർ. ഇൻഖിലാബൻ എന്നാണ് പറഞ്ഞത്, വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫി മദ്മൂൻ അശ്ശർ, കവിത കണ്ടന്റിൽ അവർ നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ ഇനി അടുത്ത ദിവസം. അപ്പോൾ മദ്രസത്തുൽ ബഅസി വൽ ഇഹ്യായിൽ രണ്ടാമത് വന്ന ബാറൂദിക്ക് ശേഷം വന്ന രണ്ടാമത്തെ ടീം അവർ നിയോ ക്ലാസിസത്തിൻ്റെ ആളുകളായിരുന്നു എന്ന് നമ്മൾ വായിച്ചു. ബാക്കി 12ാമത്തെ പേജിൻ്റെ തുടക്കത്തിൽ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകും. ഇത്തസാഅത്ത് ദാഇറത്തു ശിഅരി സിയാസി വൽ ഇജ്തിമാഇ ഇൻദ ഹൗലാഇ ശുഅറ, ഈ കവികളുടെ അടുത്ത്, ഇൻദ ഹൗലാഇ ശുഅറ, ഈ കവികളുടെ അടുത്ത് രാഷ്ട്രീയ സാമൂഹിക കവിതയുടെ വൃത്തം വികസിച്ചു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ കവികൾ രാഷ്ട്രീയ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും കവിതയിൽ വിശാലമായി പറയാൻ തുടങ്ങി. ഹത്ത അസ്ബഹ അൽ ഇസ്തിമാറു യഹ്തല്ലു മക്കാനൻ വാസിയൻ ഫി അദബിഹിം, ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറബ് ലോകം ഇസ്തിമാർ, കോളനിവൽക്കരണത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അസ്ബഹൽ ഇസ്തിമാറു യഹ്തല്ലു മക്കാനൻ വാസിയൻ ഫി അദബിഹിം, അവരുടെ സാഹിത്യത്തിൽ വിശാലമായ ഒരു സ്ഥലത്ത് എഹ്തല്ല, ഒക്കുപ്പൈ ചെയ്തു. ആര്? അത് കൈവശപ്പെടുത്തി. അൽ ഇസ്തിമാറു, കോളനിവൽക്കരണം. അപ്പോൾ കോളനിവൽക്കരണം എന്ന പ്രശ്നമാണ് ഈ കാലഘട്ടത്തിലെ കവികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറിയത്. ഹാവല ശുഅറാ ഉൽ മുഹാഫിളൂന ഇസ്ലാഹൽ ഒയൂബിൽ ഇജ്തിമാഇയ, പിന്നെ അവരെന്ത് ചെയ്തു? സാമൂഹികമായ ന്യൂനതകൾ, ഒയൂബ്, അവ അതിനെ നന്നാക്കുക, ഇസ്ലാഹ്, നന്നാക്കാനുള്ള ഒരു ശ്രമം അശ്വറ ഉൽ മുഹാഫിളൂൻ, ഈ കൺസർവേറ്റീവ് കവികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. വനാഖഷു ഖലായൽ മർഅത്തി വ തഅലീം, അന്നത്തെ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോഴും ഈ തഅലീം, വിദ്യാഭ്യാസം, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ അന്നത്തെ വലിയ ചർച്ചയുടെ വിഷയങ്ങളായിരുന്നു. കമാ ഹാവലു ലി തഖ്ലീലി മിൻ തുഗ്യാനിൽ അഗ്നിയ യാലൽ ഫുഖറ, പിന്നെ അവർ ശ്രമിച്ച മറ്റൊന്ന് ഹാവലു ലി തഖ്ലീലി മിൻ തുഗ്യാനിൽ അഗ്നിയ, സമ്പന്നന്മാരുടെ അതിക്രമങ്ങളെ തഖ്ലീൽ, കുറച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. അലൽ ഫുഖറ, പാവപ്പെട്ടവർക്ക് നേരെ സമ്പന്നർ നടത്തുന്ന ഇത്തരം പ്രശ്നങ്ങൾ. വസഫു അത്വബിഅത, അവർ പ്രകൃതി വർണ്ണന അവരുടെ കവിതകളിലുണ്ടായിരുന്നു. തഗന്നു ബി ജമാലിഹ, എന്നിട്ട് അതിൻ്റെ പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് അവർ ആലപിച്ച് പാടിക്കൊണ്ടിരുന്നു. ബഅദൻ കാദ ഹാദൽ ഫന്നു യഹ്തളിറു ഫിൽ ഖർനിൽ മാളി ലഹു, ഈ 19ാം നൂറ്റാണ്ടിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ കാദ ഹാദൽ ഫന്നു യഹ്തളിറു, ഇത് മരണാസന്നമായിരുന്നു. ഇഹ്തളറ എന്ന് പറഞ്ഞാൽ മരണാസന്നമാവുക എന്നാണ്. അപ്പോൾ ഈ ഫന്ന് അഥവാ പ്രകൃതി കവിതകൾ എന്നത് മരണാസന്നമായിരുന്നു. ഫിൽ ഖർനിൽ മാളി ലഹു, ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള നൂറ്റാണ്ടിൽ. വാഴ്ത്തം, അപ്പോൾ അബ്ബാസി കാലത്ത് ഈ കവിത ഉണ്ടായിരുന്നു, പിന്നീട് ഇല്ലാണ്ട് പോയതാണ്. അത് ഇവർ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. വാഴ്ത്തമതു അലൽ ഉഖ്സൂസത്തി ശഅരിയ്യ, പിന്നെ കഥാകവിതകൾ, കഥാകവിത എന്നാണ് കവിതയിലൂടെ കഥ പറയുന്ന ശൈലി അവർ കൊണ്ടുവന്നു. വൈൻകാനത്ത് ഖാലിയത്ത മിനൽ ഈഹാഇ വ തഫ്കീർ, വേണ്ടത്ര നല്ല ചിന്തകളും ആശയോദ്ദീപകവും ഒക്കെ ആവാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും കഥാകവിതകൾ കൊണ്ടുവരാൻ അവർ ശ്രമം നടത്തി. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളാണ്, വിഷയത്തിലും കവിതയുടെ രൂപത്തിലുമൊക്കെ വന്ന മാറ്റങ്ങൾ. തുടർന്ന് ഇന്തശറത്ത് ഫി ഹാദിഹിൽ ഫത്രത്തി അൽ അഗാനി അൽ ആമിയ, ഈ കാലഘട്ടത്തിൽ പിന്നെ ഒന്നുണ്ടായത് ഇന്തശറത്ത് ഫി ഹാദിഹിൽ ഫത്രത്തി, ഈ കാലഘട്ടത്തിൽ വ്യാപിച്ചത് അൽ അഗാനി അൽ ആമിയ, നമ്മുടെ എന്താ അതിനെ പറയലെന്ന് വെച്ചാൽ നാടൻ കവിതകൾ, നമ്മുടെ നാടൻ ശീലുകൾ, നാടൻ പാട്ടുകൾ എന്ന് പറയുന്ന സാധാരണ അഗാനി അൽ ആമിയ. ഫഹാവല ശുഅറാഉ തഖ്രീബൽ അറബിയ്യത്തി മിനൽ അഫ്ഹാമി വൽ ബോദി അനിൽ ഉസ്ലൂബിൽ വഅർ, ഈ കാലഘട്ടത്തിൽ കവികൾ ശ്രമിച്ചത്
ഹാവല ഷുറാ അവർ ശ്രമിച്ച് തഖരീബൽ അറബിയ മിനൽ അഫ്ഹാം അറബി ഭാഷ കൂടുതൽ മനസ്സിലാകുന്ന രീതിയിലേക്ക് അവർ അടുപ്പിക്കാനുള്ള ശ്രമം നടത്തി. വൽ ബോദ് അനിൽ ഉസ്ലൂബിൽ വഅർ എന്ന് പറഞ്ഞാൽ വഅർ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അപരിചിതമായ വഴി ശൈലി. വഅർ ശരിക്കും അതിൻ്റെ അർത്ഥം ആളുകൾ ഇതുവരെ കടന്നു ചെല്ലാത്ത വഴി എന്നൊക്കെയാണ് വഅറിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനത്തെ അപരിചിതമായ ശൈലികളിൽ നിന്നൊക്കെ അകന്നു നിൽക്കാനും മനുഷ്യർക്ക് കൂടുതൽ മനസ്സിലാവുന്ന രീതിയിൽ അറബിയെ അടുപ്പിക്കാനുള്ള ശ്രമം കവികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടു മുമ്പുള്ള കാലം ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, അത് വാക്കുകൾ കൊണ്ടുള്ള ഒരു കളിയായിരുന്നു. ജനങ്ങൾക്ക് മനസ്സിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. കവികൾ ഇങ്ങനെ അവർക്ക് കഴിവുണ്ടെന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമേ. ഇവിടുന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്കും ജനങ്ങൾക്ക് അപരിചിതമായ രീതി ഒഴിവാക്കുന്നതിലേക്കും കവികൾ ശ്രമം തുടങ്ങി. വഖാമ ബഅ്ദുഹും ബിൽ മസ്റഹിയ്യത്തി ശഅരിയ്യ ഈ കാലഘട്ടത്തിൽ ചില കവികളൊക്കെ മസ്റഹിയ്യത്തു ശഅരിയ്യ അറബിയിൽ കവിതാ നാടകങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നില്ല. പല നാടുകളിലും എന്ന് പറഞ്ഞാൽ പഴയ പുരാണമായ സംസ്കാരമുള്ള ഇന്ത്യയിലും അതുപോലെ ഗ്രീസിലും ഈജിപ്തിലുമൊക്കെ കവിതാ നാടകം പണ്ട് മുതൽക്കേ ഉണ്ടെങ്കിലും അവർ അറബിയിൽ കവിതാ നാടകങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് അവർ കൊണ്ടുവരാൻ ശ്രമം നടത്തി. വൽ മൽഹമദ് രണ്ടാമത്തത് മൽഹമത്ത് എപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഇതിഹാസങ്ങൾ. അറബിയിൽ ഇതിഹാസങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിഹാസത്തിന് പറ്റുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളെ എടുത്ത് ആധുനിക കാലഘട്ടത്തിൽ ഇതിഹാസം രൂപത്തിൽ എഴുതാൻ തുടങ്ങി. അതുപോലെ തന്നെ വൽ മുത്തവ്വലാത്ത് ദീർഘകാവ്യങ്ങൾ. ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് 100-150 വരികളിലൊക്കെ ഒതുങ്ങിയിരുന്നതിന് പകരം ആയിരക്കണക്കിന് വരികൾ വരുന്ന ദീർഘകാവ്യങ്ങൾ, സുദീർഘ കാവ്യങ്ങൾ രചിക്കാൻ തുടങ്ങി. ഫൽ മസ്റഹിയ്യത്തു തനവ്വഅത് ഇൻദഹും കവിതാ നാടകങ്ങൾ തന്നെ വൈവിധ്യമാർന്ന കവിതാ നാടകങ്ങൾ. മസ്റഹിയ്യത്ത് തനവ്വഅത് വൈവിധ്യമാർന്ന ഇൻദഹും മിനത് താരീഖ് ചരിത്ര നാടകങ്ങളുണ്ടായിരുന്നു, ചരിത്ര നാടക കവിതകൾ. വ റൊമാന്തിഖിയ്യത്ത് അതുപോലെ തന്നെ റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ കാൽപ്പനിക നാടക കവിതകൾ. അവൽ മൗദൂഅത്തിൽ ആദിയ പിന്നെ സാധാരണ ജനങ്ങൾക്കിടയിലുള്ള സംഭവങ്ങളെ കവിത രൂപത്തിൽ നാടകമാക്കി രചിക്കുന്ന മൗദൂഅത്തിൽ ആദിയ സാധാരണ സംഭവങ്ങൾ. ഇതൊക്കെ അവർ മസ്റഹിയ്യത്തിൽ കൊണ്ടുവന്നു. വ കതബു അൽ മൽഹാത്ത് വൽ മഅസാത്ത് കോമഡിയും ട്രാജഡിയും. മൽഹാത്ത് മഅനാഹു കോമഡി, മഅസാത്ത് ട്രാജഡി. അപ്പോൾ ഈ രണ്ടായിട്ടും നാടകത്തിൽ പ്രധാനമായിട്ടും പറയുന്ന 2 ഇനാണ് കോമഡിയും ട്രാജഡിയും. ഇത് രണ്ടും നാടകത്തിൽ അവർ കവിതാ നാടകം രചിച്ചു. വഅലാ കുല്ലി ഹാൽ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇന്നഹും ഫളലു അശ്ശിഅറ ലുഗത്തൻ ലിൽ മസ്റഹിയ്യത്തി അലൻ നസർ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാടകം കൂടുതലും എഴുതപ്പെട്ടിരുന്നത് കവിതയിലായിരുന്നു. അലൻ നസർ ഗദ്യമായിരുന്നില്ല. അഥവാ നവോത്ഥാന കാലഘട്ടത്തിൽ അറബി സാഹിത്യത്തിൽ നാടകത്തിന് വേണ്ടി അവർ തിരഞ്ഞെടുത്തത് കവിതയുടെ ഭാഷയാണ്, ഗദ്യത്തിൻ്റെ ഭാഷ ആയിരുന്നില്ല. ഇത് ആ കാലഘട്ടത്തെ വലിയ പ്രത്യേകത. പിന്നീട് നവോത്ഥാനം നടന്ന് കുറച്ചു കാലം കഴിഞ്ഞേക്ക് പിന്നെ അത് കൂടുതലും കവിതാ നാടകങ്ങൾ കുറയുകയും പ്രോസ് ഡ്രാമ കൂടുകയും ചെയ്തു. പക്ഷെ ആ കാലഘട്ടത്തിൽ കൂടുതൽ നാടകങ്ങളും വന്നത് കവിതയിലൂടെയാണ്. വമിന ഷിറായിൽ മുഅ്തദിലീൻ ഈ കൂട്ടത്തിൽ അഥവാ ബാറൂദിക്ക് ശേഷം വന്ന ഏറ്റവും പുതുമയിലേക്ക് എത്തിയിട്ടില്ല എന്നാൽ പഴമയിൽ നിന്ന് പോരുകയും ചെയ്യുന്ന ഇടനിലക്കാരായ ഈ കവികളിൽ പ്രശസ്തരായ ആളുകളാണ് അഹമ്മദ് ഷൗക്കി, ഹാഫിൽ ഇബ്രാഹിം, അഹമ്മദ് മുഹറം, മുഹമ്മദ് അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുഹ്സിൻ കാളിമി, ഇസ്മായിൽ സൊബിരി തുടങ്ങിയവരും ഇവരല്ലാത്ത പലരും ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കവികളിൽ ചിലരാണ്.